കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ നല്ല പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ നല്ല പ്രഭാതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതാനുഭവം മാന്യ പ്രേക്ഷകരുമായി ഷെയർ ചെയ്യുവാനായിട്ടാണ് ഞങ്ങൾ ഇന്ന് ചാനലിൽ കടന്നു വന്നിരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനും ഏകവരുത്ത യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും അതിനെ അറിയിക്കുന്നതിലൂടെ കടന്നു വരുന്ന ഓരോ സാക്ഷ്യങ്ങളും പ്രിയപ്പെട്ട ദൈവജനത്തിന് അത് അനുഗ്രഹമാകും. നിങ്ങളുടെ പ്രതികരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിത അനുഭവമായി ഞങ്ങളുടെ ഇടയിൽ കടന്നു വന്നിരിക്കുന്നത് പാസ്റ്റർ ഷിജു അഞ്ചൽ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമത്തിൽ വളരെ സ്നേഹത്തോടെ ഞങ്ങളുടെ ഈ ചാനലിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. ഓക്കെ, എന്തൊക്കെയുണ്ട്? ഓക്കെ, കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ജീവിതാനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് നമുക്കൊരു വാക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ നാമം ഈ നല്ല പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങയുടെ വിലപ്പെട്ട ഭൃത്തിനെ ഞങ്ങൾക്ക് ലഭ്യമായത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവർ, കേൾക്കുന്ന ഓരോ വാക്കുകളും വചനങ്ങളും കർത്താവെ കേൾവിക്കാരെ കർത്താവിലേക്ക് അടുപ്പിക്കുന്നതിന് കാരണമായി തീരണമേ എന്ന പിതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളടികളെ സമർപ്പിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓക്കെ, ദൈവദാസനെ തുടർന്നുള്ള സമയങ്ങൾ കർത്താവിൻ്റെ ദാസൻ്റെതാണ്. നമ്മുടെ ജീവിതാനുഭവങ്ങൾ മാന്യ പ്രേക്ഷകരുടെ അനുഗ്രഹത്തിനായി നമുക്ക് ദൈവനാമ മഹത്വത്തിനായി ഷെയർ ചെയ്യാം. ദൈവത്തിന്റെ ധന്യ തിരുനാമം ഭക്തപ്പെടുമാറാകട്ടെ. എന്നെ ഈ മീഡിയയിലൂടെ ശ്രദ്ധിക്കുന്ന ജോയിസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും, അതുപോലെ എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ഇങ്ങനൊരു അവസരം എനിക്കൊരുക്കി തന്ന പ്രിയ പാസ്റ്റർ തോമസ് ജോർജ് പാസ്റ്ററിനോടും കുടുംബത്തോടുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പേര് ഷിജു അഞ്ചൽ എന്നാണ്. ഞാൻ കൊല്ലം ജില്ല അഞ്ചൽ പ്രദേശത്ത് താമസിക്കുന്നു. ഞാനിപ്പോൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ മണ്ണൂർ സെന്ററിന്റെ മടത്തറ ചർച്ചിലെ ശുശ്രൂഷകനായിട്ട് ഞാനും എൻ്റെ കുടുംബവും സേവനം അനുഷ്ഠിക്കുകയാണ്. ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ മഹത്വമേറിയ വേലയ്ക്കായിട്ട് സമർപ്പിച്ച് ഇറങ്ങിയ കുടുംബമാണ്. എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ക്രിസ്തീയ പാരമ്പര്യം എനിക്കില്ല. 2013 ഞാൻ എൻ്റെ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാനിടയായത്. എനിക്ക് എൻ്റെ അച്ഛൻ, അമ്മ, ഞങ്ങൾ മക്കൾ 3 പേരാണ്. 3 ആൺപിള്ളേർ. അതിലെ ഏറ്റവും ഇളയ മകനാണ് ഞാൻ. എൻ്റെ അമ്മ, ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന് 16 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ വിശ്വാസത്തിൽ പോയതാണ്. അന്ന് മുതൽ എൻ്റെ മാതാവ് എന്നെ നിരന്തരമായി, ഏറ്റവും ഇളയ മകനും കൂടെ ആയതുകൊണ്ട് നിരന്തരമായി എൻ്റെ മാതാവ് എന്നെ ചർച്ചിലേക്ക് ക്ഷണിക്കുകയും ഇടയ്ക്കൊക്കെ ഞാൻ എൻ്റെ മാതാവിനോടൊപ്പം ചർച്ചിൽ പോവാനൊക്കെ ഇടയായിട്ടുണ്ട്. എൻ്റെ മാതാവിൻ്റെ ജീവിതത്തിൽ വലിയൊരു ദൈവപ്രവൃത്തി എൻ്റെ മാതാവൻ അനുഭവിച്ചിട്ടാണ് മാതാവ് ചർച്ചിലേക്ക് കടന്നുപോയത്. എൻ്റെ പിതാവ് മദ്യപാനിയായിരുന്നു. ഒരിക്കൽ എൻ്റെ അമ്മയ്ക്ക് വല്ലാതെ ശാരീരികമായ പ്രയാസങ്ങൾ നേരിട്ടു. അനങ്ങാൻ പോലും കഴിയാതെ എൻ്റെ മാതാവ് വീട്ടിനകത്തായിരുന്നു. അങ്ങനെ രാവിലെ എൻ്റെ പിതാവിനോട് പറഞ്ഞു, ഞാൻ ആശുപത്രിയിൽ പോകുവാണ് എന്ന് പറഞ്ഞ് എൻ്റെ മാതാവ് ആശുപത്രിയിലേക്ക് പോയ വഴിക്കാണ് ഒരു സഹോദരിയെ കാണുക. ആ സഹോദരി പറഞ്ഞു, എന്തുവായാലും ആശുപത്രിയിൽ പോകുകയല്ലയോ, ഇന്ന് ഞങ്ങൾ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട്, പ്രാർത്ഥനയിൽ പങ്കെടുത്തതിന് ശേഷം ആശുപത്രിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. എൻ്റെ മാതാവ് അങ്ങനെ ആ സഹോദരിയുടെ ഒപ്പം അവിടെ മാസയോഗം നടക്കുകയായിരുന്നു. ആ മാസയോഗത്തിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ ആ മാസയോഗത്തിന്റെ നടുവിൽ എൻ്റെ അമ്മയെ കർത്താവ് തൊട്ടു. ദൈവത്തിന്റെ അഭിഷിക്തന്മാർ വന്ന് മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് അമ്മയുടെ രോഗം വെളിപ്പെടുത്തി. അങ്ങനെ ദൈവത്തിന്റെ ദാസന്മാർ വന്ന് പ്രാർത്ഥിക്കുകയും അമ്മയ്ക്ക് ഒറ്റ നിമിഷം കൊണ്ടാണ് പൂർണ്ണമായ സൗഖ്യം എൻ്റെ കർത്താവ് കൊടുത്തു. അതിനുശേഷം വൈകുന്നേരം വീട്ടിൽ വന്നപ്പം എൻ്റെ പിതാവ് വന്നപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വലിയ മാറ്റം, പൂർണ്ണ സൗഖ്യമുള്ളവളായി കണ്ടപ്പം
എൻ്റെ പിതാവിന് വലിയ അതിശയം തോന്നി. അതിശയം തോന്നിയപ്പോഴാണ് പിതാവിനോട് പിതാവ് ചോദിച്ചത് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, നിങ്ങൾ എന്നെ വഴക്ക് പറയത്തില്ലെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ പിതാവിൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ബന്ധക്കോസ് പ്രാർത്ഥനയ്ക്ക് പോയി, അങ്ങനെ അന്നേരം എനിക്ക് സൗഖ്യം കിട്ടിയത്, അതുകൊണ്ട് ഇനി ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു. ഈ സൗഖ്യം കണ്ടതുകൊണ്ട് എൻ്റെ പിതാവ് പിന്നെ അതിനെ എതിർത്തില്ല. പക്ഷെ ഞങ്ങൾ 3 പേരും ശക്തമായിട്ട് എതിർക്കുകയൊക്കെ ഉണ്ടായി. അതിനുശേഷം മദ്യപിച്ചു കഴിയുമ്പം എൻ്റെ പിതാവ് മാതാവിനെ നന്നായിട്ട് എതിർക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്റർ എൻ്റെ മാതാവ് നടന്നാണ് ആലയത്തിൽ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഞങ്ങൾ അമ്മയെ എതിർക്കാൻ കാര്യമെന്ന് പറയുന്നത്, ഞങ്ങളെ സമുദായത്തിൽ നിന്ന് പുറത്താക്കും, പിന്നെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തും, നമ്മുടെ വീടുകളിൽ ഒരു കാര്യം നടന്നതിന് ആരും പിന്നെ സഹകരിക്കത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള ഭയം കാരണമാണ് ഞങ്ങൾ മാതാവിനെ എതിർത്തത്. ആ സമയത്തൊക്കെ സമുദായത്തിൻ്റെയൊക്കെ ഒരു ഔദ്യോഗിക സ്ഥാനമൊക്കെ ഞാൻ വഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ മാതാവിനെ എതിർത്തിരുന്നു. പക്ഷേ ഞാൻ മാതാവ് വിളിക്കുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ മാതാവിൻ്റെ കൂടെ ചർച്ചയിൽ പോകുമായിരുന്നു. പോകാൻ മറ്റൊന്നുമല്ല, കാരണം എൻ്റെ യൗവന സമയത്ത് എനിക്ക് ചെലവിനുള്ള പൈസയൊക്കെ വേണമെങ്കിൽ എൻ്റെ പിതാവിനോട് ചോദിച്ചാൽ എനിക്ക് കിട്ടത്തില്ല. എൻ്റെ മാതാവിനോട് ചോദിച്ചെങ്കിൽ മാത്രമേ എനിക്ക് അങ്ങനെയുള്ള സാമ്പത്തികമായ കാര്യങ്ങൾ കിട്ടൂ. അപ്പോൾ എൻ്റെ മാതാവ് പറയും, നീ പൈസ തരാം, നീ എൻ്റെ കൂടെ ചർച്ചിൽ വന്ന, പള്ളിയിൽ വന്ന ഞാൻ പൈസ തരാം എന്ന് എന്നോട് പറയുകയും, അങ്ങനെ ഞാൻ എൻ്റെ മാതാവിൻ്റെ കൂടെ പൈസയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഹലോ, കേൾക്കാമോ? ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു, അതുകൊണ്ടാണ്. സോറി. കേൾക്കാമല്ലോ മാസ്റ്റർ? ഓക്കെ, സോറി. അപ്പോൾ അങ്ങനെ എൻ്റെ മാതാവിൻ്റെ കൂടെ പൈസയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ആലയത്തിൽ പോകും. പിന്നെ മാസങ്ങൾ കഴിഞ്ഞ്, വർഷം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ അടുത്ത ഇതിൽ പോകുന്നത്. ആ സമയങ്ങളിലൊക്കെ ദൈവദാസന്മാർ ഞങ്ങളുടെ ഭവനത്തിൽ വരികയും ഞങ്ങളോട് ചർച്ചിൽ വരണമെന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെ ദേവദാസന്മാർ പറയുകയൊക്കെ ചെയ്യും. ഞാൻ അതൊക്കെ നിസ്സാരമായി തള്ളി കളഞ്ഞൊരു വ്യക്തിയായിരുന്നു. അതിനുശേഷമാണ് എൻ്റെ ഏറ്റവും മൂന്നാമത് വിവാഹം കഴിയുന്നത്. ഞങ്ങൾ 3 പേരും ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണ് വിവാഹം കഴിച്ചത്. അങ്ങനെ എൻ്റെ വിവാഹം കഴിഞ്ഞു ഞാൻ ഭാര്യ വീട്ടിലേക്ക് താമസം മാറി. അവിടെ എൻ്റെ വലിയ ഒറ്റ മോളാണ്, അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയുടെ അമ്മയേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഭാര്യയുടെ വീട്ടിലേക്ക് താമസം മാറി. അതിനുശേഷം എനിക്കന്ന് ജോലി സംബന്ധമായി ഒന്നും ഞാൻ ആയിട്ടില്ല. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് കൊച്ചു കൊച്ചു പണികൾ എടുത്ത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ പോവുകയാണ്, എനിക്ക് 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. അങ്ങനെ ഞാൻ ഒരു ദിവസം എനിക്ക് 2000 രൂപയുടെ ആവശ്യം വന്നപ്പോൾ ഞാൻ എൻ്റെ മാതാവിനോട് വിളിച്ചു പറഞ്ഞു, അമ്മ എനിക്ക് 2000 രൂപ വേണമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ പറഞ്ഞു, നീ എൻ്റെ കൂടെ ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്, അവിടെ വരാമെങ്കിൽ നിനക്ക് പൈസ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പൈസയ്ക്ക് വേണ്ടി മാത്രം വീണ്ടും ഞാൻ അമ്മയുടെ കൂടെ ആലയത്തിലേക്ക് പോയി. ഞാൻ ഒറ്റയ്ക്കേ പോകുന്നുള്ളൂ. ആലയത്തിലേക്ക് പോയപ്പോൾ അവിടെ ഉപവാസ പ്രാർത്ഥനയായിരുന്നു. ഉപവാസ പ്രാർത്ഥനയെല്ലാം തന്നെ അങ്ങോട്ടും നന്നായി ഞാൻ മുഷിഞ്ഞിരിക്കുക, എനിക്കതൊന്നും സ്വീകരിക്കാൻ മനസ്സ് വരുന്നത്. പക്ഷെ എനിക്ക് അവിടുത്തെ പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ പാട്ടുകളൊക്കെ ആസ്വദിക്കുകയും അങ്ങനെയൊക്കെ ഇരുന്നു. പക്ഷെ മെസ്സേജ് ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ അറിയുന്നു, ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. അന്ന് എന്നോട് ശക്തമായ ദൈവദാസങ്ങളിലൂടെയും ദൈവജനത്തിലൂടെയൊക്കെ സംസാരിച്ചപ്പം ഞാൻ എൻ്റെ മനസ്സിൽ കരുതുന്നത് മുഴുവൻ എൻ്റെ അമ്മ എന്നെക്കുറിച്ച് പാസ്റ്ററോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വന്നപ്പോൾ എൻ്റെ കേക്ക് പാസ്റ്റർ ഇങ്ങനെ പറയുന്നതാണ്. ഞാൻ കൂടെ അമ്മയെ നോക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇതെല്ലാം ഇവിടെ വന്ന് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നുള്ള ഭാവത്തോടു കൂടിയാണ് ഞാൻ അങ്ങനെ നോക്കാറുള്ളത്. അങ്ങനെ ഞാൻ വല്ലാതെ അങ്ങോട്ട് തിരിഞ്ഞിരുന്ന്, തറയിലാണ് ഇരിക്കുന്നത്, അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് എങ്ങനെയായാലും ഒരു 1:30 വരെ ഞാനിങ്ങനെ ഇരുന്നു, പൈസയ്ക്ക് വേണ്ടി മാത്രം. അങ്ങനെ 1:30 ആയപ്പം ദേവദാസൻ പ്രാർത്ഥിച്ചു നിർത്തി, ഒരാശ്വാസമായി എന്ന് ഞാൻ ചിന്തിച്ചപ്പോഴാണ് ദേവദാസൻ പെട്ടെന്ന് പറയുന്നത്, നിങ്ങൾ ഇനി പ്രാർത്ഥന കഴിഞ്ഞു പോയ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊന്നും നിങ്ങൾ ആരും വരുത്തില്ല, അതുകൊണ്ട് ഇനി മധ്യസ്ഥ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് നമുക്ക് പിരിയാം. അപ്പോൾ ഞാൻ ആകെ അങ്ങ് വല്ലാതായി. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ പൈസ ഇങ്ങത്താ, ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, പൈസ വേണമെങ്കിൽ നീ അവിടെ ഇരുന്നേ പറ്റുമെന്ന് പറഞ്ഞു. ഇതും കൂടെ കഴിയാതെ ഞാൻ പൈസ തരത്തില്ലെന്ന് പറഞ്ഞു. പൈസയുടെ അത്യാവശ്യം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും അവിടെ ഇരുന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പാസ്റ്ററോട് വല്ലാതെ അമർഷം തോന്നി.
ഈ പാസ്റ്റർ പലപ്പോഴും എൻ്റെ ഈ ഭവനത്തിൽ വന്ന് ഞങ്ങൾ ഇത് പറയുമായിരുന്നു, ഷിജു എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ പറയണം, ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം പറയും, ഇവരെ ഒഴിവാക്കാൻ വേണ്ടി പറയും, പാസ്റ്റർ ഇപ്പോഴും പ്രാർത്ഥനയ്ക്ക് വിഷയമൊന്നുമില്ല, ഞാൻ പറയാം, അല്ലെങ്കിൽ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞ് ഒഴിയുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് എല്ലാവരും ആൻറ്റിമാരെല്ലാവരും ഇങ്ങനെ കൂടിയിരുന്ന് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഈ പാസ്റ്റർ എന്നോട് പെട്ടെന്ന് ചോദിക്കുക, ഷിജുവിന് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ പറ, നമ്മളിവിടെ പ്രാർത്ഥിക്കാൻ പോകും. ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ പാസ്റ്ററോടുള്ള അമർഷവും എല്ലാം കൂടെ വെച്ച് ഞാൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഈ പാസ്റ്ററിനിട്ട് ഒരു പണി കൊടുക്കണം എന്ന് വെച്ച് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് വലിയ ഒരു വർക്ക്ഷോപ്പ് വേണം, അതായത് കുറച്ച് ജോലിക്കാരെയും കൂട്ടി വലിയ മിഷനറിയൊക്കെ വെച്ച് പണിയുന്ന ഒരു വർക്ക്ഷോപ്പ് വേണം, അതാ എൻ്റെ ആഗ്രഹം. എൻ്റെ മനസ്സിലെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും നടക്കത്തില്ല. എനിക്കൊരു സ്വന്തമായിട്ടൊരു ഉളി പോലും, എനിക്ക് അശരിപ്പണിയാണ്, എനിക്ക് ഒരു ഉളി പോലും എനിക്കില്ല. ആ സമയത്താണ് എനിക്കറിയാം ഈ പാസ്റ്റർ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ലെന്ന് എനിക്കറിയാം. അപ്പൊ എൻ്റെ മനസ്സിൽ നിന്ന് ഈ പാസ്റ്റർ ഈ പ്രാർത്ഥന വിഷയം പാസ്റ്റർ പ്രാർത്ഥിക്കണം. ഇനി ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ ഈ പാസ്റ്റർ എന്നോട് ഇനി ഒരു പ്രാർത്ഥനാ വിഷയം ചോദിക്കത്തില്ല. അപ്പൊ ഈ ചോദ്യത്തിൽ നിന്നും എനിക്ക് ഒഴിവാവാം, എൻ്റെ ഈ അമർഷം ഇതേപോലെ പ്രകടിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ ഞാൻ പറഞ്ഞു. എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് എന്നെ നോക്കി. അപ്പോ പാസ്റ്റർ പറഞ്ഞു, ഷിജു എനിക്ക് പറയാം, ബഹുമാനപ്പെട്ട അനിൽ പാസ്റ്റർ ആണത്. അപ്പൊ ഷിജു, നമ്മുടെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല, ദൈവത്തിന് സകലതും സാധ്യമാണ്. അങ്ങനെ അന്ന് ആൻറ്റിമാരെല്ലാവരും കൂടി കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ആഴ്ചയിൽ ഇങ്ങനെ സാധാരണ ഞാൻ പണി ഒരാളുടെ കൂടെ ജോലി ചെയ്തുകൊണ്ട് നടക്കുന്ന ആളാണ്. പിറ്റേ ആഴ്ചയിൽ ഒരു കോൺട്രാക്ടർ എന്നെ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ഷിജു നിനക്ക് പണി വേണമെങ്കിൽ ഞാൻ പണി തരാം, നീ ഒരു പണി എടുത്ത് ചെയ്തു, എൻ്റെ പണി ഞാൻ തരാം, പക്ഷെ നിനക്കൊരു കട വേണം, കട ഉണ്ടെങ്കിൽ ഞാൻ കടയിൽ സാധനം തരാം. അതെനിക്ക് ഒരു സന്തോഷമായി. ഞാൻ ഉടനെ ഞാൻ താമസിക്കുന്ന ഭവനത്തിൻ്റെ അടുത്ത് നോക്കിയപ്പം ഒരു കട വെറുതെ കിടക്കുന്നു. അവിടെ തന്നെ ഞാൻ ആ കടയുടെ ഓണറിൻ്റെ വർഷങ്ങളായി അത് അടച്ചിട്ട് കിടക്കുക. ഓണറിൻ്റെ അടുത്ത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു മടിയില്ലാതെ ഓണർ ഞാൻ തരാമെന്ന് പറഞ്ഞു. നീ എത്ര രൂപ വാടക തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് 1000 രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞു. ശരി, 1000 രൂപ. നീ എത്ര രൂപ ഡെപ്പോസിറ്റ്? ഞാൻ പറഞ്ഞു, ഡെപ്പോസിറ്റ് ഒന്നും എൻ്റെ തരാനില്ല. ശരി, എന്നാ നീ നാളെ എഗ്രിമെന്റ് എഴുതിക്കും. അവരാർക്കും കട കൊടുക്കത്തില്ലെന്ന് നിശ്ചയിച്ച് നിന്ന ഒരു വീടാ. പക്ഷെ ഞാൻ ചെന്ന് ചോദിച്ചു, അവരൊരു മടിയും കൂടാതെ, എന്നെ അറിയത്തില്ല, ഞാൻ അവരുമായിട്ട് ആദ്യമായിട്ട് കാണുക, പക്ഷെ അവർ ഒരു മടിയും കൂടാതെ അവരെടുത്ത് വന്ന് അന്ന് തന്നെ പിറ്റേന്ന് തന്നെ ഓരോ സാക്ഷ്യം കൊണ്ട് ഞാൻ പോയി വാടക ചീട്ട് എഴുതി അന്ന് തന്നെ വന്ന് കട തുറക്കുകയായിരുന്നു. കട തുറന്നപ്പോൾ ഉടൻ തന്നെ ഒരാളായി, 2 പേരായി. പിന്നെ വർക്ക് ഒരുപാട് കൂടുതൽ കിട്ടാൻ തുടങ്ങി. പിന്നെ ഒരു ബാങ്കുകാർ ഇങ്ങോട്ട് വന്ന് ഫെഡറൽ ബാങ്കുകാർ ഇങ്ങോട്ട് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് പൈസ ഉള്ള സാറുണ്ടായിരുന്നു. ആ സാറ് പറഞ്ഞു, മേശരിക്ക് വേണമെങ്കിൽ ഞങ്ങൾ ലോണ് തരാം എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ വർക്കുകൾ നടന്നു, ജോലിക്കാർ കൂടി. ഇങ്ങനെ കർത്താവിന് ഞാൻ നന്ദികേട് കാണിച്ചില്ല. പിറ്റേ ആഴ്ച തന്നെ അങ്ങനെ കട സ്റ്റാർട്ട് ചെയ്തപ്പം ആ പ്രിയ ദേവദാസനെ വിളിച്ചാണ് ഞാൻ പ്രാർത്ഥിച്ച് അത് ആരംഭിച്ചത്. സ്തോത്രം. ഞാൻ എന്ന് പ്രാർത്ഥന വിഷയം പരിഹാസമായി ഞാൻ വെച്ചുവോ, പക്ഷെ അതുപോലെ തന്നെ എൻ്റെ ദൈവനെ ആ സ്ഥാപനത്തെ മാറ്റിയെടുത്തു. സ്തോത്രം. അങ്ങനെ മുമ്പോട്ട് പോകാം. ആ സമയത്താണ് ഞാൻ സ്ഥാപനം തുടങ്ങിയ സമയത്താണ് എൻ്റെ കൂടെ ബിനു എന്ന് പറയുന്ന ഒരു പയ്യൻ, അവൻ എൻ്റെ കൂടെ ജോലിക്കായിട്ട് വന്നു. എൻ്റെ കൂടെ ബന്ധക്കോസ് അനുഭവമുള്ള വേറൊരു രാജേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടെ ചേർന്നാണ് ഞങ്ങൾ പണികൾ ആരംഭിച്ചത്. അപ്പൊ അദ്ദേഹത്തിനോടും എനിക്ക് ഈ ബന്ധക്കോസിനോട് ഒരു നല്ല അനുഭവമുണ്ട്. എൻ്റെ അമ്മയോടുള്ള രീതി വെച്ചു എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകുന്നതിനോട് താല്പര്യമില്ല. പക്ഷെ യേശുവിനെ എനിക്ക് ഇഷ്ടമല്ല. ആ ദൈവങ്ങളുടെ കൂട്ടത്തിലും യേശുവിനെ ഇഷ്ടമാണ്. യേശുവിലൂടെ ഉള്ളൂ സമാധാനവും രക്ഷയും, ഈ മാർഗത്തിലേ ഉള്ളൂ നല്ലൊരു ജീവിതം നയിക്കാൻ ഈ മാർഗമേ ഉള്ളൂ എന്നൊക്കെ വാസ്തവമായി അറിയാം. പക്ഷെ നമുക്ക് ലോകപരമായിട്ട് വിട്ടുവരാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഞാൻ മറ്റേ രാജേഷ് എന്ന് പറഞ്ഞ വ്യക്തി വന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ, അദ്ദേഹം ഒരു പകുതി പാസ്റ്ററാന്ന് പറയാം, അങ്ങനെ നല്ലൊരു വിശ്വാസിയാണ് അദ്ദേഹം വന്ന്. അങ്ങനെയാണ് ഈ ബിനു എന്ന് പറയുന്ന പയ്യൻ്റെ കൂടെ വന്ന് ആദ്യ ദിവസം തന്നെ ഞങ്ങൾ 10 മണിക്ക് ഇങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ബിനു എന്തുകൊണ്ടോ വിശേഷം എന്ന് പെട്ടെന്ന് വെറുതെ ചോദിച്ചപ്പോൾ അവൻ കരഞ്ഞിട്ട് പറഞ്ഞു, ആശാനെ എനിക്ക് വീട്ടിലൊരു സമാധാനമില്ല, ഞാൻ ഒറ്റ മോനേ ഉള്ളു ആശാനെ, പക്ഷെ എൻ്റെ അപ്പനും അമ്മയും എന്നും വഴക്കാം. അപ്പം ഞാൻ പറഞ്ഞു,
നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ ഒരേ മാർഗ്ഗമേ അത് യേശുവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച സമാധാനമുണ്ട്. അങ്ങനെ ഞാൻ രാജേഷ് എന്ന് പറഞ്ഞ അളിയാനെ വിളിക്കുന്നത്, അളിയ ഇവന് യേശുവിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കളിയാ, ഇവന് സമാധാനം കിട്ടിക്കളിയാ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇവര് തമ്മിൽ അങ്ങ് കണക്റ്റായി. ഇവൻ പിന്നെ മുതല് ഈ ബിനു എന്ന് പറഞ്ഞവൻ പിന്നെ ഈ ചർച്ചിൽ പോവുകയും പ്രാർത്ഥനയ്ക്ക് പോവുകയും ഒക്കെ ചെയ്ത് ഇവൻ കർത്താവിനെ അവനെ അമിതമായി വിശ്വസിക്കാൻ ഇടയായി. ഈ സമയം പറഞ്ഞു വിട്ട ഞാൻ അവിടെ അതേപോലെ നിൽക്കുകയാണ്. പക്ഷെ അവൻ കിട്ടിയ യേശുവിനെയും കൊണ്ട് അവൻ പോവുക. ഞാൻ ഇടയ്ക്ക് പണിക്ക് വിളിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ പറയും ഞാൻ ഇന്ന് വരത്തില്ല, വെള്ളിയാഴ്ച പറയും ഞാൻ വരത്തില്ല, എനിക്ക് ഉപവാസ പ്രാർത്ഥനയുണ്ട്. അടുത്ത ആഴ്ച പറയും ആശാനെ അടുത്ത ആഴ്ചത്തേക്ക് 3 ദിവസം കാണത്തില്ല, ഞാൻ ഉപവാസ പ്രാർത്ഥന. ഇവനെ യേശുവിലേക്ക് പറഞ്ഞു വിട്ടത് എനിക്ക് എന്താ പറയുക ഭാരമായി മാറി. എൻ്റെ പണിക്ക് ആളെ കിട്ടാതെ വന്നു. എന്നാലും ഇവൻ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നോട് സുവിശേഷം പറച്ചില്ല. ഞാൻ മദ്യപിക്കുകയും പുകവലിക്കുകയൊക്കെ ചെയ്യും. ആ സമയത്ത് ഇവൻ വന്ന് ചുണ്ടിൽ നിന്നൊക്കെ സിഗരറ്റും ബീഡിയൊക്കെ എടുത്ത് കളഞ്ഞ് അനുഭവമുണ്ട്. ആ സമയത്തൊക്കെ അമിതമായ ദേഷ്യമുണ്ട്. പക്ഷെ എനിക്ക് ഇവനോട് പ്രകടിപ്പിക്കാൻ പറ്റുന്ന കാര്യം ഞാനാണ് ഇവനെ ഈ മാർഗത്തിലേക്ക് പറഞ്ഞു വിട്ടത്. അങ്ങനതുകൊണ്ട് ഇനി തിരിച്ചു പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറ്റും. പക്ഷെ ഇങ്ങനെ ഇവൻ ദൈനംദിനം ഇങ്ങനെ നിർബന്ധമായി അന്നത്തേക്കും ജോലിക്കാരൊക്കെ കൂടി മിഷനറി ഞാൻ ദേവദാസിനോട് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് മിഷനറീസ് എനിക്ക് വന്നു. ഒരുപാട് ജോലികളായി നല്ല രീതിയിൽ സ്ഥാപനം കയറി വന്നു. ആ സമയത്ത് ഇവൻ ഒരു ദിവസം ഇങ്ങനെ വന്നു, ഞാൻ എന്നോട് പറഞ്ഞപ്പം ഉപദേശിച്ചപ്പം ഞാൻ പറഞ്ഞു, നിനക്ക് ഞാനാണ് ജോലി തന്നത്, നീ അല്ല എനിക്ക് ജോലി തന്നത്. അതുകൊണ്ട് നിനക്ക് പൈസ തരുന്നത് ഞാനാ, നീ എന്നെ ഉപദേശിക്കരുത്. ഇങ്ങനെയാണെങ്കിൽ നീ ഇനി മേലിൽ നീ കടയിൽ വരരുത് എന്ന് പറഞ്ഞു ഞാൻ അവനെ കടയിൽ നിന്ന് പുറത്താക്കി. ഇവൻ അന്ന് പോയി. അന്ന് എനിക്ക് ഒരുപാട് വേറെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാലഘട്ടം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ സ്ഥാപനത്തിൻ്റെ തകർച്ച നേരിടുന്നത്. അമിതമായ മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് എൻ്റെ കട തകർന്നു. എൻ്റെ കൂടെ ജോലി ചെയ്തു വന്നവരെല്ലാം അവര് വേറെ ജോലിക്കായിട്ട് പോയി. അവരെല്ലാം പറഞ്ഞൊപ്പിച്ചു. ഒറ്റ മനുഷ്യൻ പോലും എൻ്റെ കൂടെ ജോലിക്കില്ല. ഒരു ദിവസം എനിക്ക് നിൽക്കണമെങ്കിൽ 4000 രൂപ പലിശക്കാർക്കും ഈ റോളൊക്കെ എടുക്കുന്ന അതിന് കൊടുക്കേണ്ടതായുണ്ട്. പക്ഷെ ഒരു ദിവസം കൊടുക്കാനില്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ 8000 ആയി, 10 ദിവസം ആകുമ്പോൾ 40,000 ആയി. അങ്ങനെ 2 ആഴ്ചയോളം പ്രശ്നങ്ങളായി മുമ്പോട്ട് പോയിക്കൊണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ രാവിലെ എൻ്റെ ഭവനത്തിൽ നിന്ന് ബൈക്കുമായിട്ട് കടയിൽ ചെല്ലും. ഞാൻ കടയുടെ ബാക്കിൽ കൊണ്ടുവന്ന് എൻ്റെ വാഹനം വയ്ക്കും. വാഹനം വെച്ചിട്ട് കടയ്ക്കകത്ത് ഷട്ടർ ഇട്ട് അതിനകത്ത് ഞാൻ കയറിയിരിക്കും. എനിക്ക് ഒരു തരത്തിലും ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അവസാനം ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇനി മരിച്ചാൽ മരണം മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. അങ്ങനെ ഞാൻ പെട്ടെന്ന് മരിക്കാനുള്ള തയ്യാറെടുപ്പിൽ അങ്ങനെ എൻ്റെ മനസ്സിലെ ചിന്ത ഇങ്ങനെയാണ്, ഞാൻ മരിച്ചാൽ അന്ന് വൈകിട്ട് എൻ്റെ വീട്ടിൽ അറിയണം. അതൊരു 11 മണി സമയത്താണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. മരിച്ചാൽ എൻ്റെ വീട്ടിൽ അറിയണം. ഞാൻ എൻ്റെ കടയ്ക്കകത്ത് തന്നെ ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമമായിരുന്നു. അപ്പോൾ വീട്ടിൽ അറിയണമെങ്കിൽ വൈകുന്നേരം എൻ്റെ കട തുറന്നു നോക്കിയെങ്കിൽ മാത്രമേ ഞാൻ അതിനകത്ത് തൂങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റൂ. അപ്പോൾ അതിന് മാർഗം എന്ന് പറയുന്നത് എൻ്റെ കടയുടെ ഷട്ടർ ഫുൾ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും പൂട്ടിയെന്ന് വിചാരിക്കും. പക്ഷെ ഒരല്പം തറയിൽ നിന്ന് അല്പം ഒന്ന് മുകളിലോട്ട് പൊക്കി വെച്ചാൽ പൂട്ടിയിട്ടില്ല എന്ന് എൻ്റെ സ്ഥാപനത്തിൻ്റെ എതിർ സൈഡ് താമസിക്കുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടന് മനസ്സിലാവും. അപ്പോൾ ആ ചേട്ടൻ എന്നെ ഫോൺ ചെയ്യുമ്പം മൊബൈൽ കടയ്ക്കകത്ത് റിങ് ചെയ്യുമ്പം എന്താ മൊബൈൽ എടുക്കാത്ത എന്നും പറഞ്ഞ് അദ്ദേഹം വരും. ഷട്ടർ തുറന്നു നോക്കുമ്പോൾ ഞാൻ ഹാങ് ചെയ്ത് നിൽക്കുന്നത് കാണും. ഇതാണ് എൻ്റെ മനസ്സിൽ. അങ്ങനെ ഞാൻ ഇരിക്കുന്നിടത്തുനിന്ന് പോയി ഷട്ടർ അല്പം ഒന്ന് പൊക്കിയിട്ട് തിരിഞ്ഞു നടക്കുന്ന സമയത്താണ് എന്നെ വിട്ടുപോയിട്ട് നാളുകൾക്ക് ശേഷം ഇവ എന്നെ ഫോൺ ചെയ്യുന്നു. എൻ്റെ അടുത്ത് ചോദിച്ചു, ആശാൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കടയ്ക്കകത്തുണ്ട്. പിന്നെ നീ എവിടെയാ? ഞാൻ ആശാന്റെ കടയിലോട്ട് വരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ കടയ്ക്കകത്തുണ്ട്. ഞാൻ അന്ന് മരിക്കണമെന്ന് മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളൂ. അതിനുള്ള തയ്യാറെടുപ്പുകളൊന്നും ഞാൻ വേറെ ചെയ്തില്ലായിരുന്നു. പക്ഷെ അവൻ കയറി വന്ന ഉടൻ തന്നെ ഷട്ടർ പൊക്കി അകത്ത് കയറി വന്ന ഉടൻ തന്നെ എൻ്റെ തോളിലോട്ട് പിടിച്ചിട്ട് അവൻ പറഞ്ഞു, അച്ഛനെ നിങ്ങൾ മരിക്കരുത്, നിങ്ങളെ യേശു സ്നേഹിക്കുന്നു. ഞാൻ ആകെ നിശ്ചലനായിപ്പോയി. എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. കാര്യം എൻ്റെ മനസ്സിൽ മാത്രം ചിന്തിച്ച് കരുതിയ വിഷയം. ഞാൻ അവിടെ എന്തെങ്കിലും തയ്യാറെടുപ്പ് നടത്തിയെങ്കിൽ അത് കണ്ടിട്ടാണ് അവൻ പറഞ്ഞതെന്ന് മനസ്സിലാവാം. പക്ഷെ അതൊന്നുമില്ലാതെ അവൻ ഓടി വന്ന നാളുകൾക്ക് ശേഷം ഓടി വന്ന് എന്നോട് പറയുന്നു, ആശാനെ മരിക്കരുത്, നിങ്ങൾ യേശു സ്നേഹിക്കുന്നു.
ഞാൻ ഉടൻ തന്നെ ആ ജാള്യത മറയ്ക്കാൻ വേണ്ടി അവനോട് ദേഷ്യപ്പെട്ടു. ഞാനൊന്ന് നിർത്തിയപ്പോൾ അവൻ വീണ്ടും എന്നോട് പറഞ്ഞു, ആശാൻ എൻ്റെ യേശു കള്ളം പറയത്തില്ല, എൻ്റെ യേശു പറഞ്ഞിട്ടാ ഞാൻ വരുന്നതെന്ന്. ഞാൻ അന്ന് സമ്മതിച്ചില്ല. എങ്കിലും അവൻ പറഞ്ഞു, അത് സംഭവിച്ചത് അവൻ വീട്ടിൽ അന്ന് ജോലിക്ക് പോകാതെ വീട്ടിലിരുന്ന് ആഹാരം കഴിച്ചിട്ട് പിന്നെ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവൻ പ്രാർത്ഥിച്ചപ്പോഴാണ് അവനോട് ദൈവാത്മാവ് പറഞ്ഞത്, ഞാനിങ്ങനെ മരിക്കാൻ പോവുകയാണ്, നീ പോയി രക്ഷിക്കിടാം. അങ്ങനെ അവൻ്റെ വീടും എൻ്റെ സ്ഥാപനവുമായിട്ട് 7 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അങ്ങനെ അത് കേട്ടോണ്ടാണ് അവൻ വന്ന് ഇങ്ങനെ. എനിക്ക് പിന്നെ അവൻ്റെ മുമ്പിൽ ഒന്നും പറയാനില്ല. എന്നാൽ വന്ന് ആശാനെ എന്താ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ അവനോട് ഇന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ദൈവപ്പെടുത്തി അവനോട് നടന്നു. അവനറിയത്തില്ല. ഞാൻ അങ്ങനെ ചെയ്യാൻ പോവായിരുന്നു അവനൊന്നും അറിയത്തില്ല. അങ്ങനെ അവിടെ ഇരുന്നു. അവനോട് കാര്യം പറഞ്ഞു. ഇതേപോലെ എല്ലാവരും എനിക്ക് പ്രശ്നമായി, അവരെല്ലാം എന്നെ കളഞ്ഞിട്ട് പോയി, കടം കയറി. അവൻ പറഞ്ഞു, ആശാനെ ഭാരപ്പെടണ്ട, ആശാന്റെ കൂടെ ഞാനുണ്ട്, നമുക്ക് ഒരുമിച്ച് പണിയാം, നമുക്ക് കട പഴയതുപോലെ നമുക്ക് കൊണ്ടുവരാം. എനിക്കത് വലിയൊരു ആശ്വാസമാണ് ആ വാക്കുകൾ. പക്ഷേ അവന്റെ ഉദ്ദേശം എന്നെ കടത്തിൽ നിന്ന് കയറ്റുകയോ സ്ഥാപനം നന്നായി കൊണ്ടുപോവുകയോ ഒന്നുമല്ലായിരുന്നു. അവന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്നെ കർത്താവ് നേടുക എന്നുള്ളത് മാത്രമായിരുന്നു. അന്ന് ആ സമയത്തൊന്നും എനിക്കത് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവൻ അന്ന് മുതൽ എൻ്റെ കൂടെ ജോലിക്ക് വരികയും അവനെ മാത്രം സൈറ്റിലൊക്കെ ഇരുത്തിയിട്ട് ഞാൻ കടക്കാരെ പിടിച്ച് മറഞ്ഞിരിക്കും. അവനെ കൊണ്ട് ജോലി ചെയ്യും. അവൻ പൈസയ്ക്ക് പോലും നിർബന്ധം പിടിക്കത്തില്ല. രാത്രി അവൻ വീട്ടിൽ പോകത്തില്ല. എന്നോട് ചേർന്ന്, പട്ടിണിയെങ്കിൽ പട്ടിണി, എങ്ങനെയായാലും എന്നോട് ചേർന്ന് അവൻ നിൽക്കും. അവൻ എപ്പോഴും പറയാനുള്ള ഒറ്റ വാക്കേ ഉള്ളൂ, യേശുവിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്കിത് കേൾക്കും തോറും എനിക്ക് വല്ലാതെ ഇറിറ്റേഷൻ ആവും. പക്ഷെ എനിക്ക് ഇവനെ തള്ളിക്കളയാൻ പറ്റുന്നില്ല. കാര്യം എൻ്റെ കൂടെ ജോലി ചെയ്യാൻ വേറെ ഒരാളും ഇല്ല. എനിക്കതുകൊണ്ട് ഇവനെ തള്ളിക്കളയാനും പറ്റുന്നില്ല. പക്ഷെ ഇവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ രാവിലെ ഒരാൾക്ക് പൈസ കൊടുക്കാൻ, ഇങ്ങനെ സാമ്പത്തികമായി കൊടുക്കാൻ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഇവൻ പറയുന്നത്. ഇവൻ അന്ന് രാവിലെ വന്ന് എന്നോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. ഞാൻ ഭാരപ്പെട്ടിരിക്കുമ്പം, പിന്നെ എനിക്കിതുപോലെ 20,000 രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ട്, അദ്ദേഹം രാവിലെ വരും എന്ന് പറഞ്ഞപ്പം ഇവൻ പെട്ടെന്ന് വന്ന്, ആശാനെ വിഷമിക്കണ്ട, നമുക്കത് കൊടുക്കാം. ഞാൻ കരുതിയത് അവൻ്റെ കയ്യിലുണ്ട്, അവൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ കയ്യിലുണ്ട്, അതങ്ങ് തരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ പറഞ്ഞു, ഭയങ്കര ആശ്വാസമായി. ഞാൻ ചോദിച്ചു, എന്നാ അങ്ങ് എത്താ, നമുക്ക് വീട്ടിൽ ഇരിക്കുവാണോ, പോവാം. അവൻ പറഞ്ഞു, എൻ്റെ കയ്യിലില്ല, പക്ഷെ യേശുവിൻ്റെ കയ്യിലുണ്ടെന്ന്. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നാൽ ഞാൻ അടുത്ത നിമിഷം ഇവനോട് പറയാം, നീ പോകുന്നേ പോ, നീ ഇവിടെ പണിയണ്ട, ഞാൻ ചാവുന്നെങ്കിൽ ചാവും, എനിക്ക് ഇങ്ങനത്തുള്ള കാര്യം ഇനി കേൾക്കണ്ട എന്ന് പറയാൻ വന്നപ്പോൾ അവൻ അന്ന് ഒരു വാക്ക് എന്നോട് പറഞ്ഞു. പക്ഷെ അതെന്നും ഞാൻ ഓർക്കുന്നില്ല. ആ വാക്ക് എന്താണ്, വചനമാ പറഞ്ഞത്. പക്ഷെ ആ വചനത്തിൽ ഞാൻ എൻ്റെ ഹൃദയം സമർപ്പിച്ചു. ഞാൻ പറഞ്ഞു, ആ വചനം പറഞ്ഞപ്പോൾ ഉടൻ തന്നെ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു ധൈര്യം കിട്ടി. ഞാൻ പറഞ്ഞു, ബിനു, ഞാൻ നിന്റെ കൂടെ ഞാനും പള്ളി വരുന്നടാ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് അവൻ്റെ കൂടെ ഞാൻ ചർച്ചയിൽ പോകാനിടയായി. അന്ന് പിറ്റേ ആഴ്ച തന്നെ അവൻ പറഞ്ഞു, ആശാനെ എവിടെയാ പള്ളി പോകണ്ടേ, ഏത് ചർച്ചിലാ പോകണ്ടേ, ഏത് ചർച്ചായി ഇഷ്ടം? അപ്പം രസം എന്ന് പറയുന്നത് ചർച്ച ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞടാ, എനിക്ക് ചർച്ചയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ, എടാ എങ്ങനെ പറഞ്ഞു, എടാ എനിക്ക് ചർച്ചയിൽ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടടാ, പക്ഷെ എനിക്ക് പറ്റത്തില്ല. അവൻ ചോദിച്ചാൽ അതെന്താ? അപ്പൊ എൻ്റെ അമ്മ എന്നും പറയും, അമ്മയ്ക്ക് അറിയാം ഞാൻ മദ്യപിക്കുമെന്ന് അറിയാം, പുകവലിക്കുമെന്നൊക്കെ അമ്മയ്ക്ക് അറിയാം. അമ്മ എന്നോട് പറയുന്ന ഒരു കാര്യം ഇതേ ഉള്ളൂ, ഇടാ നിന്റെ ദുഷിച്ച സ്വഭാവമൊക്കെ കളഞ്ഞിട്ട് നീ പള്ളി വാടാ, നീ പ്രശ്നം മാറൂടാ, ദൈവം നിന്നെ അനുഗ്രഹിക്കൂടാന്ന്. നിന്റെ ദുഷിച്ച സ്വഭാവം മാറ്റിയിട്ട്, ഞാൻ പലപ്പോഴും ഈ ദുഷിച്ച സ്വഭാവം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നിർത്തുന്നതിനേക്കാൾ അപ്പുറം ഞാൻ ഇരട്ടിയായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവൻ പറഞ്ഞ വാക്കെന്ന് പറയാം, ഞാൻ പറഞ്ഞടാ, എനിക്ക് ചർച്ചയിൽ വരണമെന്നുണ്ടടാ, നിനക്കറിയാലോ ഞാൻ മദ്യപിക്കുമെന്ന് അറിയാലോ, പുകവലിക്കുമെന്ന് അറിയാലോ, അത് നിർത്തിയിട്ട് ഞാൻ വരുന്നുണ്ടോ. അന്നേരം അവൻ എൻ്റെ കൂടെ എടുത്ത് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ആശാനെ നിങ്ങൾ മദ്യപാനം നിർത്തരുത്, പുകവലിയും നിർത്തരുത്. ഞാൻ പറഞ്ഞു, പള്ളി വരുന്നവർക്ക് ഇത് പറ്റുമോ? അല്ല, പള്ളി വരുന്നവർക്ക് പറ്റത്തില്ല, പക്ഷെ ആശാൻ നിർത്തണ്ട. ആശാൻ വാ, അവനറിയാം ആ സമയത്തൊക്കെ ഞാൻ നന്നായിട്ട് മദ്യപിക്കുന്ന വ്യക്തിയാണ്. അവൻ എന്നോട് പറഞ്ഞ വാക്കാണ്, ആശാനെ രാവിലെ ഒരു 90 മരുന്ന് കഴിച്ചിട്ട് വേണം വരാൻ. അവനറിയാം എനിക്ക് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ രാവിലെ ഞാൻ നിൽക്കത്തില്ലെന്നറിയാം. എൻ്റെ രീതി അവൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കില്ല. എന്നിട്ട് പറഞ്ഞു, ആശാൻ ചർച്ചയിൽ വന്ന് ഇരുന്ന് കഴിയുമ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ ആശാന് ബോറടിക്കും.
ബോറടിക്കുമ്പോൾ അപ്പുറത്തോട്ട് മാറി അവിടെ ഒരു കടയുണ്ട്, കടയിൽ പോയി സിഗരറ്റ് മേടിച്ച് വലിച്ചിട്ട് വന്ന് ഇരുന്നാൽ മതി. അവന്റെ ഉറപ്പെന്ന് പറയുന്നത് ഞാൻ ദൈവസന്നിധി ചെന്നാൽ ദൈവം എന്നെ രൂപാന്തരപ്പെടുത്തുമെന്ന് അവന് പൂർണ്ണ ഉറപ്പാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാനെന്നാ മദ്യപിച്ചിട്ട് പോയില്ല, പിന്നെ അവിടെ ചെന്നിരുന്നിട്ട് ഇറങ്ങിപ്പോയി പുക വലിച്ചിട്ട് പിന്നെയും കയറി വന്നില്ല. പക്ഷെ ഞാൻ ആരാധനയ്ക്ക് മുഴുവൻ ഇരുന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഇത് മേടിച്ചുണ്ടായി ഇറങ്ങി വന്നത്. സ്തോത്രം. പക്ഷെ എനിക്ക് ആരാധന കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനിടയായി. എനിക്കറിയത്തില്ല, എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു വലിയ ഭാരം ഹൃദയത്തിൽ നിന്നും ശരീരത്തിൽ നിന്ന് പോയ ഒരു അനുഭവം ആദ്യത്തെ ആരാധനയിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാനിടയായി. ഞാൻ അവിടെ നിന്ന് വന്ന് ഭയങ്കര സന്തോഷം. ഞാൻ എന്താ പറയുക, കാറ്റടിച്ച് എന്നെ കൊണ്ടുപോകുന്നു, ഞാനില്ല വെള്ളത്തിൽ കൂടി ഇങ്ങനെ ഒഴുകി പോകുന്നു, എനിക്കറിയില്ല, ഭയങ്കര സന്തോഷം. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ വന്ന് ഞായറാഴ്ച ആരാധനയ്ക്ക് ആരോടും പറഞ്ഞിട്ടില്ല. പെന്തക്കോസ്ത് ആരാധനയ്ക്ക് പോകാന്ന് പറയുന്നത്, പള്ളിയിൽ പോകാന്ന് പറയുന്നത് ഭയങ്കര നാണക്കേടാണ്. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞു, എൻ്റെ ഭാര്യയോടോ ആരോടും പറഞ്ഞില്ല. ഞാനങ്ങനെ വീട്ടിനകത്ത് വീട്ടിൽ വന്നു. തിങ്കളായി ബുധനാഴ്ചയായപ്പം എൻ്റെ വൈഫ് എൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, എന്തു പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് എന്ത് പറ്റാനാ? അപ്പോൾ അവർ പറഞ്ഞു, അല്ല എന്തോ പറ്റണം. അവർ വിചാരിച്ച് എൻ്റെ പിന്നെ ഈ പൈസയുടെ കടം കാരണം എൻ്റെ മൈൻഡ് ഔട്ടായിരുന്നു. ഞാൻ അങ്ങ് പാടെ മാറി. അതായത് നേരത്തെ എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷനോട് കൂടിയ മുഖവും ദേഷിച്ചും, ഭവനത്തിൽ വന്നാൽ പോലും ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ഈ ചർച്ചയിൽ പോയി വന്നതിന് ശേഷം ഞാൻ മാറുകയല്ല, ദൈവം എന്നെ മാറ്റുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞില്ല, ഉള്ളുകൊണ്ട് ഭയങ്കര സന്തോഷം. പ്രശ്നങ്ങൾ അവിടെ നിൽപ്പുണ്ട്, എന്നാലും ഭയങ്കര സന്തോഷം. അപ്പോൾ ഇവർ വിചാരിച്ച് എനിക്ക് എന്തോ മാനസികമായ പ്രയാസം നേരിട്ടത്. അങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്ക് അന്നേരം മനസ്സിലായി ഇതാ സംഭവം. ഞാൻ ചോദിച്ചു, എന്തുവായാലും ഒരു മാറ്റം ഉണ്ടെന്ന് അറിഞ്ഞില്ല, അത് നല്ലതോ മന്നലോ? അപ്പോൾ അവൾ പറഞ്ഞു, നല്ലതൊക്കെയാണ്. എൻ്റെ വൈഫ് പറഞ്ഞു, നല്ലതൊക്കെയാണ്, പക്ഷേ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞ് അന്നേരം അവൾ പറഞ്ഞു, ഞാൻ ആരോടും പറയത്തില്ലെങ്കിൽ ഞാൻ രഹസ്യം പറയാം. അങ്ങനെ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ പെന്തക്കോസ്ത് പള്ളിയിൽ പോയി, അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര സന്തോഷം വന്നു. അപ്പം ഇത് എൻ്റെ മകൻ, അവൻ അന്ന് UKG പഠിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ മകൻ കേട്ടുകൊണ്ടിരിക്കുക. അവൻ ഉടൻ തന്നെ പറഞ്ഞു, പപ്പ പെന്തക്കോസ്ത് പള്ളിയിൽ പോയോ? പള്ളിയിൽ പോയെങ്കിൽ ഞാനും വരുന്നു പപ്പയോട് അടുത്ത പള്ളിയിൽ. അങ്ങനെ പിറ്റേ ആഴ്ചയിൽ എൻ്റെ മോൻ എൻ്റെ കൂടെ പള്ളി വരിക. അവൻ അവിടെ വന്ന് അവിടെ പാടിയ പാട്ടിൻ്റെ 2 വരി അവൻ കേട്ട് മനഃപ്പാഠമാക്കി. അവൻ വന്നു അവൻ്റെ ചേച്ചിയുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി അവൻ ആ പാട്ട് പാടുക. അപ്പൊ മോള് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ മോക്ക് ഭയങ്കര വിഷമം. അവൾ അന്നേരം പറഞ്ഞു, പപ്പ ഞാനും വരിക പിന്നെ പപ്പയുടെ കൂടെ പള്ളിയിൽ എന്നും പറഞ്ഞു. ഞാൻ പിറ്റേ ആഴ്ചയിൽ മോനെ കൊണ്ടുപോയി, മോളെ പിറ്റേ ആഴ്ച 2 പേരെയും കൂടെ കൊണ്ട് ഞാൻ ആലയത്തിൽ പോയി. ആലയത്തിൽ പോയിട്ടാണ് ഞാൻ വൈഫിനോട് ഞാൻ പറയുന്നുണ്ട്, നീ വരുന്നോ? അപ്പോൾ വൈഫ് പറഞ്ഞു, ഇല്ല, നിങ്ങൾ പോകുന്നെങ്കിൽ പോവും, ഞാൻ വരുന്നില്ല. അന്നേരമാണ് എൻ്റെ വൈഫിൻ്റെ അമ്മ അവളെ വഴക്ക് പറഞ്ഞാണ്, നീ അവൻ നശിക്കാനൊന്നും അല്ലല്ലോ വിളിക്കുന്നത്, നിനക്ക് അവൻ്റെ കൂടെ പോയാൽ എന്താ? അവൻ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായില്ലേ, നിനക്ക് പോയാൽ എന്താ എന്ന് ചോദിച്ചു. അമ്മയുടെ നിർബന്ധത്താലും അവൾ എൻ്റെ കൂടെ വന്നു. അവിടെ ആലയത്തിൽ വന്ന് അവിടെ ഏറ്റവും പുറകിലായിട്ടാണ് ഇരുന്നത്. ഇരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്, അവിടെ നിന്ന് വെച്ച് തന്നെ അവളുടെ ഭാവം മാറി. വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് എന്നോട് ഭയങ്കരമായിട്ട് കയർത്തു, ഇനി മേലിൽ എന്നെ പള്ളിയിൽ പോകാൻ വിളിക്കരുത്, നിങ്ങൾ പോകുന്നെങ്കിൽ പൊയ്ക്കോണം, എനിക്ക് സമയമില്ല, എനിക്ക് അങ്ങനെ ഒന്നും കിടന്ന് കൂത്താടാനൊന്നും സമയമില്ലെന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരുപാട് പരിഹസിച്ചുകൊണ്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര വേദനയായി. ഞാൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ മതി, ഞാൻ പോകും, മക്കളെ കൊണ്ട് പോകും, കുട്ടികൾ വരുവാണെങ്കിൽ ഞാൻ അവിടെയും കൊണ്ട് പോകും, ഞാൻ പോകും. അങ്ങനെ പിന്നെ എനിക്ക് ഭയങ്കര ഉറപ്പായി. പിന്നെ നമുക്ക് പെന്തക്കോസ്ത് പള്ളിയിൽ പോകാൻ നാണക്കേടൊന്നും ഇല്ല. പിന്നെ അതൊരു അഭിമാനമായിട്ട് തന്നെ മാറി. അങ്ങനെ ഞാൻ മക്കളെയും കൊണ്ട് പോകുമ്പോഴത്തേക്ക് പുള്ളിക്കാരി ഭയങ്കര ദേഷ്യമായിട്ടൊക്കെ ഇരിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ കർത്തദാസൻ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വിസിറ്റിങ്ങിനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ്, പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് തിരികെ പോകാൻ തുടങ്ങിയപ്പോഴാണ് ദേവദാസൻ വൈഫിനോട് ചോദിച്ചു, സിസ്റ്റർ പെടലിക്ക് ഇവിടെ ഒരു വേദന ഉണ്ടോയെന്ന് ചോദിച്ചു. അന്ന് തലേന്നും വൈഫ് ആശുപത്രിയിൽ പോയി അതിന് മരുന്ന് മേടിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വേദന ഉണ്ട് എന്ന് പറഞ്ഞപ്പം ദേവദാസൻ പറഞ്ഞു, അത് മരുന്നിലും മന്ത്രത്തിലും മാറുവാണെങ്കിൽ ഞാൻ എൻ്റെ ബൈബിള് താത്തു വെക്കുമെന്ന് പറഞ്ഞു ഡൈനിങ് ടേബിളിൻ്റെ മുകളിലോട്ട് ദേവദാസൻ്റെ ബൈബിള് വെച്ചതും
പുള്ളിക്കാരി അങ്ങ് തറയിൽ വീണു. ആ, ആ, ശരീരത്തിൽ നിന്ന് പൈശാചിക ശക്തി ഇളകുകയായിരുന്നു. അപ്പൊ ദേവദാസൻ എന്തൊക്കെ രോഗം നീ ശരീരത്തിൽ ഇട്ടിട്ടുണ്ട്, ഈ കുടുംബത്തിൽ ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നമുക്ക് അന്നൊന്നും ഈ ഇതുപോലത്തുള്ള ഒരു അനുഭവങ്ങളൊന്നും വിശ്വാസമില്ലായിരുന്നു. പക്ഷെ നേരിൽ കണ്ടപ്പോഴാണ് വിശ്വസിക്കുന്നത്. എന്ത് രോഗം ഇട്ടിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. അവൾക്ക് പെടലി വേദന അതിട്ടു. പിന്നെ എൻ്റെ മോളുടെ വയറുവേദന വന്ന് അവളെ ഓപ്പറേഷൻ ചെയ്യണം, അപ്പൻഡിക്സ് ആണെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞതാണ്. പക്ഷെ എന്തോ കാരണത്തിൽ അത് മാറിപ്പോയി. അന്നേരം ഈ പൈശാചിക ശക്തി പറഞ്ഞത് അവളുടെ കൊച്ചിന് വയറുവേദന ഇട്ടേക്കുന്ന ഞാൻ. അന്നൊക്കെ എൻ്റെ ഈ ചെവിക്ക് പിന്നെ പഞ്ഞി വെച്ചുകൊണ്ട് കുളിക്കാൻ പറ്റും, ഈ ചെവിക്കകത്തോട്ട് വെള്ളം കയറാൻ പറ്റത്തില്ല. അതുപോലെ എൻ്റെ ഈ വലത് കൈ ഉയർത്തി ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ല, ഉയർത്താൻ പറ്റത്തില്ല, ഇതിൽ ഉയർത്താൻ പറ്റത്തില്ല. അപ്പൊ എല്ലാവരും ഞാൻ വിചാരിച്ച് പണി ചെയ്തുകൊണ്ട് പിന്നെ കൊട്ടോടിയൊക്കെ വെച്ച് പണിയുന്നത് കൊണ്ട് അസ്ഥിക്ക് തേയ്മാനമാണെന്നൊക്കെ വിചാരിച്ചിരുന്നതാ. പക്ഷെ ഈ പൈശാചിക ശക്തി ഇളയപ്പോഴാണ് പറയുന്നത് അവന്റെ ചെവിക്ക് വേദന, അവന്റെ കൈക്ക് വേദനയൊക്കെ ഇട്ടേക്കുന്നത് ഞാനാണ് എന്നൊക്കെ. എങ്ങനെ ആ രോഗം ഞങ്ങളുടെ കുടുംബത്തിൽ മുഴുവനായിട്ട് ഇടാൻ. അങ്ങനെ ദിവസം പ്രാർത്ഥിച്ചു ശാസിച്ചത് വിട്ടുപോയി. അന്ന് മുതൽ കൈക്കൊന്നും ഒരു കുഴപ്പമില്ല എന്നൊക്കെ ധൈര്യത്തോടെ കർത്താവിനെ സ്തുതിക്കാൻ പറ്റുന്നുണ്ട്. അന്ന് മുതൽ ചെവി പഞ്ഞു വെച്ച് കുളിക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ കൊച്ചിന് ഓപ്പറേഷൻ ഒന്നും കാണുന്നത്. പിന്നെ അന്ന് മുതൽ അവൾക്ക് പൂർണ്ണമായൊരു വിടുതൽ ദൈവം തന്നു. ആ ആഴ്ച മുതൽ ആലയത്തിൻ്റെ പുറകിലല്ല മുൻപിൽ തന്നെ പോയിരിക്കുവാനും അന്ന് മുതൽ ഇന്ന് വരെയും കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. പിന്നത്തെ ഒരു തിരിഞ്ഞുനോട്ടത്തിലേക്ക് നോക്കേണ്ടി വന്നിട്ടില്ല. ആ ദൈവം ഞങ്ങളെ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പലപ്പോഴും ഇതെല്ലാം നിർത്തണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. ഞാൻ ഇതിലേക്ക് വരുന്ന മുമ്പ് ദേവദാസനൊക്കെ അറിയാമെന്ന് തോന്നുന്നു, ആർച്ചൽ രാജപ്പൻ ഉപദേശി എന്ന് പറയുന്ന ഒരു ഉപദേശിയുണ്ട്. അദ്ദേഹം ഞങ്ങൾക്കെല്ലാം കുഞ്ഞുനാളിൽ മുതലേ അറിയാവുന്ന ഒരു വ്യക്തിയാണ് രാജപ്പൻ ഉപദേശി. ഞങ്ങളുടെ അടുക്കൽ ഒരു 4-5 കിലോമീറ്റർ അപ്പുറം ഉള്ള വ്യക്തിയാണ്. ഇദ്ദേഹം എൻ്റെ ജീവിതത്തിൽ വലിയൊരു സ്വാധീനം ചെലുത്തിയായിരുന്നു. ഞാൻ ഞങ്ങളുടെ വിശ്വാസം വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞ് ഞാൻ ഉത്സവത്തിനൊക്കെ അവിടെ നന്നായിട്ട് മദ്യപിക്കുകയും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്ത് ഉത്സവം ആഘോഷിക്കാനൊക്കെ. അപ്പോൾ ടൗണിൽ കൂടെ വന്നു കഴിഞ്ഞാൽ മദ്യപിച്ച് ബൈക്കും കൊണ്ട് വരുമ്പോൾ പോലീസ് പിടിക്കുമെന്ന് കരുതി ഞാൻ ചുറ്റിക്കറങ്ങിയാണ് വരുന്നത്. ഞാനങ്ങനെ രാത്രി 11 മണിയായപ്പോൾ ഞാനിങ്ങനെ വന്നപ്പോൾ ആർച്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നപ്പോഴാണ് അവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ അവിടെ ഈ ദേവദാസ് നിൽക്കുന്നു. എനിക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ വീടൊന്നും എനിക്കറിയത്തില്ല, അദ്ദേഹം എവിടെയുള്ള താമസിക്കുന്നവരും എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ നല്ല മദ്യപിച്ച് നല്ല ലക്കിട്ട് വരുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ തലയിലൊക്കെ ഒരു ചുവന്ന തുണി കൊണ്ടുള്ള കെട്ടുണ്ട്, ഒരു ചുവന്ന കുറിയൊക്കെ ഉണ്ട്. അങ്ങനെ ഉള്ള ദേഹം മുഴുവൻ ചേറാണ്, പിന്നെ മദ്യപിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ ആ പാലത്തിൻ്റെ അവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ കുറെ മുമ്പോട്ട് പോയപ്പോഴാണ് എൻ്റെ മനസ്സിലൊരിത്, ഇദ്ദേഹം എവിടെയോ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് ഇദ്ദേഹം ബസ് പോകുന്ന ആ സ്ഥലത്ത് പോകാൻ പറ്റാതെ ഇവിടെ നിൽക്കുകയാണ്, ഇവിടെ ഇപ്പം വണ്ടിയും എടുത്തില്ല. ഞാൻ അങ്ങനെ പിറകിലോട്ട് വന്നിട്ട് ഞാൻ ഈ ദേവദാസനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ട് പോകാൻ നിൽക്കുക, നിങ്ങൾ മാവളയിലോട്ടാണെങ്കിൽ ഞാൻ അങ്ങോട്ടാക്കാം, നിങ്ങൾ വരുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ആണ് സഹോദര എന്നും പറഞ്ഞ് കയറുന്നൊന്നും പറഞ്ഞില്ല. അതിനു മുമ്പ് എൻ്റെ ബൈക്കിൻ്റെ പുറകെ ചാടിയും കയറി. അവിടെ മുതൽ മാവള വരെ എന്നോട് സുവിശേഷം എന്നല്ല, മദ്യപിക്കരുതെന്നും കുടുംബത്തെക്കുറിച്ച് എന്നെക്കുറിച്ച് തന്നെ എന്താ പറയുക, ഒരു കുറ്റബോധം തോന്നുന്ന രീതിയിൽ തന്നെ അദ്ദേഹം എന്നോട് സംസാരിച്ചു. നിങ്ങൾ ഇങ്ങനെ ചെന്നാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അടുത്ത് വരുമോ? നിങ്ങൾ മദ്യപിച്ചാലും നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ദുർഗന്ധം എന്തുമാത്രം സഹിക്കും? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ എന്നോട് തന്നെ. അപ്പോൾ എനിക്കിതിനൊന്നും മറുപടിയില്ല. നിങ്ങളുടെ മാതാവ് നിങ്ങൾ മദ്യപിക്കുന്നത് കേട്ടാൽ അവർക്ക് സന്തോഷമാണോ? നിങ്ങൾ അവർക്ക് സന്തോഷമാണോ കൊടുക്കേണ്ടത്, അതോ ദുഃഖമാണോ കൊടുക്കേണ്ടത്? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുക. എന്നിട്ട് എന്നെക്കൊണ്ട് മാവളെ ചെല്ലുന്നതിന് മുമ്പായി തന്നെ എന്നെക്കൊണ്ട് ഇത് ചെയ്യിക്കുക, അതായത് മദ്യപാനം നിർത്താം, ഇനി ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് അങ്ങനെ മാവളെ കൊണ്ട് നിർത്തി. അതിനുശേഷം അദ്ദേഹം പോയി, ഞാനും എൻ്റെ വീട്ടിൽ വന്നു. അങ്ങനെ അതിനുശേഷം 2 മാസത്തിന് ശേഷമാണ് ഞാൻ മരിക്കാൻ തുടങ്ങുന്നത്. ഈ ബിനു എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. അങ്ങനെ ഈ ആർച്ച എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്താണ് ഞാൻ ചർച്ചയിൽ പോകുന്നത്. ഒരു ദിവസം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഈ രാജപ്പൻ ഉപദേശി ഞങ്ങളുടെ ചർച്ചിൽ ഒരു 9-8 മണി ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിന് വന്നു.
ഇദ്ദേഹം 9 മണിയായിട്ട് പിന്നെ 9:30 ആയിട്ടും അദ്ദേഹം പോകുന്നില്ല. എനിക്ക് സംശയം. ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, പക്ഷെ നിങ്ങൾ ഇനി എപ്പം മാവള ചെല്ലാനാ? നിങ്ങൾക്ക് ഇനി ഇങ്ങോട്ടുള്ള വണ്ടി ഉണ്ടോ? നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങി പോകുന്നില്ലയോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ എവിടെ പോകാനാ, എൻ്റെ വീട് തൊട്ട് താഴെയാണെന്ന്. അതായത് ഞാൻ അദ്ദേഹത്തെ കയറ്റിക്കൊണ്ട് പോയതിൻ്റെ ഒരു 100 മീറ്ററേ ഉള്ളൂ ഈ ദേവദാസന്റെ വീട്. ഞാൻ ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്തിനാ അന്ന് എൻ്റെ കൂടെ വണ്ടി കയറിയത്? അന്ന് പറഞ്ഞു, എടാ അന്ന് നിന്റെ കൂടെ വണ്ടി കയറിയത് കൊണ്ടല്ലേ നീ ഇന്ന് ഇവിടെ ഇരിക്കുന്നേ. പൊന്നു ദേവദാസനെ, അദ്ദേഹം അവിടുന്ന് കയറി മാവള വരെ എൻ്റെ കൂടെ വന്ന് എന്നോട് സുവിശേഷം പറയാൻ വേണ്ടി മാത്രം വന്നിട്ട് 3.5 കിലോമീറ്റർ തിരികെ നടന്ന് രാത്രി 12 മണിക്ക് നടന്നാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നത്. എന്നോട് സുവിശേഷം പറയാൻ വേണ്ടി മാത്രം മദ്യപിച്ച് ലക്കിട്ട് ഞാൻ ഏത് രീതി പ്രതികരിക്കുമെന്ന് അറിയാതെ ആ മനുഷ്യൻ എന്നെ നേടാൻ ഒരു ആത്മാവിന്റെ വില എത്ര വലുതാണെന്ന് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ ഞാൻ മനസ്സിലാക്കാനിടയായി. അങ്ങനെ പറഞ്ഞാൽ ഞാൻ അത് കയറി നിന്നോട് സുവിശേഷം പറയാൻ വേണ്ടി മാത്രമാണ്. അതിനുശേഷമാണ് പിന്നെ ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഞാൻ വിശ്വാസത്തിൽ വന്ന് പിന്നെ കുടുംബമായിട്ട് ഞങ്ങൾ കർത്താവിനെ സേവിക്കുവാൻ ഇടയായി. ഞാൻ ഒരു വർഷമേ ഞാനൊരു വിശ്വാസിയായിട്ട് ആ ചർച്ചിൽ ഇരുന്നിട്ടുള്ളൂ. അതിനുശേഷമാണ് പെട്ടെന്ന് ഞങ്ങളിങ്ങനെ ദേശപ്രാർത്ഥനയ്ക്ക് ഒരു വ്യാഴാഴ്ച ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അന്ന് മുതൽ ഞാനും വൈഫും കൂടെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ രണ്ടും പോയി ഞങ്ങൾക്ക് കയറാൻ പറ്റുന്ന പരിചയമുള്ള വീടുകളിലെല്ലാം കയറി ഞങ്ങൾ യേശുവിനെ അറിഞ്ഞതും ഞങ്ങൾ സമാധാനം കിട്ടിയ കാര്യങ്ങളൊക്കെ ഞാനും വൈഫും പറഞ്ഞു. രാത്രി ഒരു 10 മണി 11 മണിയൊക്കെ വരുമ്പോഴാണ് വരുന്നത്. പിന്നെ ഏത് മീറ്റിങ്ങുകൾ എവിടെയാണെങ്കിലും അത് ഏത് ചർച്ച ആണെന്നോ ഒന്നും നോക്കത്തില്ല. എല്ലാ മീറ്റിങ്ങുകളിലും പോവുകയും വചനം കേൾക്കാനൊക്കെ പോയി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ദേശപ്രാർത്ഥനയ്ക്ക് വ്യാഴാഴ്ച ദിവസം ദേശപ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അങ്ങനെയല്ല, എൻ്റെ കടം ഇതുപോലെ പ്രശ്നങ്ങളായി കേൾക്കാം. സ്ഥാപനം ചെറുക്കെ നടക്കുന്നു എന്നല്ലാതെ അതിനൊരു മൂവ്മെന്റ് ഇല്ല. പക്ഷെ അതൊന്നും എൻ്റെ ഒരു വിഷയമല്ല. പക്ഷെ കടം പ്രശ്നമാണ്. എങ്കിലും അതിനേക്കാൾ അപ്പുറം എനിക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതൊക്കെയാണ് ഭയങ്കര സന്തോഷം തന്നുകൊണ്ടിരുന്നത്. അങ്ങനെ വ്യാഴാഴ്ച ദിവസം ഞങ്ങൾ ഇങ്ങനെ ഞാനും ഞങ്ങളുടെ പാസ്റ്ററും ഫാമിലിയും വൈഫും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവദാസം പ്രാർത്ഥിക്കുക, കർത്താവേ ഷിജുവിന് സ്ഥാപനത്തിൽ ഓർഡർ നടക്കണം, ധാരാളം പണി കഴിപ്പിക്കണം, കൂടെ പടന്നുകൊണ്ട് നിന്നവരൊക്കെ തിരികെ വരണം എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവിലൂടെ ദേവദാസൻ പറയുകയായിരുന്നു, ഷിജുവിന് ആശാരിപ്പണിയല്ല, ഷിജുവിന് കർത്താവിൻ്റെ വേലയാണ്. അത് പാസ്റ്റർ ജോസഫ് എന്ന് പറയും. ആശാരിപ്പണിയല്ല, കർത്താവിൻ്റെ വേലയാണ്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. അതിനേക്കാൾ അപ്പുറം ഞങ്ങൾക്ക് വലിയ ഭാരവും തോന്നി. കാര്യം ഞങ്ങൾക്ക് ലക്ഷങ്ങളാണ് ഞങ്ങൾ കടം. അത് ഒരു മാസം എനിക്ക് 12,000 രൂപ പലിശ കൊടുക്കണം. എനിക്കൊരു ബൈക്കുണ്ട്, ആ ബൈക്കിന് 2,000 രൂപ CC അടയ്ക്കണം. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്, കുഞ്ഞുങ്ങളെ ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. ഈ കടം കയറിയ സമയത്ത് പിന്നെ അവരെ പഠിപ്പിച്ചില്ല, അവർ സ്കൂളിൽ നിന്ന് പുറത്താക്കി. ആ കുഞ്ഞുങ്ങളെ വിളിച്ച് ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഒരു മലയാളം മീഡിയത്തിൽ കൊണ്ടാക്കി. അവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാമെന്ന് വെച്ചപ്പം അവിടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണമെങ്കിൽ 650 രൂപ പുസ്തകത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ 650 രൂപ കൊടുക്കാൻ ഇല്ലാതെ പരിങ്ങിയപ്പോൾ അവർ പറഞ്ഞു, മലയാളം മീഡിയത്തിൽ ഇരുത്തി കഴിഞ്ഞാൽ പുസ്തകം ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ കുഞ്ഞുങ്ങളെ രണ്ടുപേരും മലയാളം മീഡിയത്തിൽ ഇരുത്തി. അങ്ങനെ അപ്പം ഇത്രയും കടം, കുഞ്ഞുങ്ങളെ പഠനം, അവർക്ക് നല്ല ഫുഡ് കൊടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഈ ദൂത് കേട്ട വ്യാഴാഴ്ച രാത്രിയിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടെ വീട്ടിനകത്ത് വന്നേന് ഞങ്ങൾ കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും. കർത്താവ്, ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്ന കർത്താവേ, എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യാൻ ഇഷ്ടമാണ്. വേല ചെയ്യണമെങ്കിൽ എനിക്ക് ദൈവവചനം എനിക്ക് അറിയത്തില്ല, ദൈവവചനം പഠിക്കണമെങ്കിൽ ജോലി നിർത്തണം. എൻ്റെ വീട്ടിൽ എനിക്ക് ഇത്ര ലക്ഷം രൂപ കടവുണ്ട്. അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ആ സാഹചര്യങ്ങളാണ്. ഇതിൻ്റെ നടുവിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്കിതിനൊരു നീക്കുപോക്ക് തന്നാൽ തീർച്ചയായിട്ടും ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങാം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് രാത്രി കിടന്നുറങ്ങി. പിറ്റേന്ന് വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച ഇവിടെ അടുത്ത് പുനലൂർ സാമിച്ചെന്ന് പറഞ്ഞ ദേവദാസന്റെ ചർച്ചയിൽ വെച്ച് 21 ഫാസ്റ്റിംഗ് നടക്കുകയാണ്. ആ ഫാസ്റ്റിങ്ങിലേക്ക് ഞങ്ങൾ രണ്ടും കൂടെ കടന്നുപോയി. അന്ന് ശുശ്രൂഷിക്കുന്ന ഇപ്പം നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സന്തോഷ് മല്ലശ്ശേരിയാണ് അന്ന് അവിടെ ശുശ്രൂഷിക്കുന്നത്. ആ ദേവദാസൻ ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞതാണ്, നിനക്ക് ആശാരിപ്പണിയാണെന്നും
നിനക്ക് ഇത്ര ലക്ഷം രൂപ കടമുണ്ടെന്നും നിന്റെ കുഞ്ഞുങ്ങളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നും മലയാളം മീഡിയത്തിലാക്കിയെന്നും നിനക്ക് അവർക്ക് ഒരു നേരത്തെ ആഹാരം പോലും കൊടുക്കാൻ നിനക്ക് കഴിവില്ല എന്നും കണ്ടിട്ടാ ഞാൻ എൻ്റെ വേലയ്ക്ക് വിളിക്കുന്നത്, നീ ഇറങ്ങി വരാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനൊരു ദൈവശബ്ദം ഞാൻ കേട്ടിട്ടില്ല. ഞാൻ അവിടെ നിന്നുകൊണ്ട് വാവിട്ട് നിലവിളിച്ചു. കാര്യം തലേന്ന് രാത്രി എൻ്റെ വീട്ടിനകത്തിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവത്തോട് ചോദിച്ച അതിനൊരക്ഷരം പോലും മാറാതെ ദൈവം മറുപടി പറയുക. അന്ന് രാത്രിയിലും അതുപോലെ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. കർത്താവെ, ഒരു തവണയും കൂടെ എന്നോട് സംസാരിക്കണമേ. കാരണം കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ സ്വർഗരാജ്യത്തിൽ കൊള്ളാത്തവനാ. എൻ്റെ മുമ്പിൽ ഒരുപാട് പേര് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട് പിന്നെ മറ്റ് ഭൗതികമായ ജോലികൾക്ക് പോകുന്നതും അങ്ങനെ വല്ലാതെ നിൽക്കുന്ന അവസ്ഥകൾ ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവെ, അവരെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ കർത്താവ്, നിന്റെ വേലയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു വാക്ക് കേൾക്കാൻ ഇടയാകരുത്. അതുകൊണ്ട് ഒരു തവണയും കൂടെ നീ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ കിടന്നുറങ്ങി. പിറ്റേന്ന് ശനിയാഴ്ചയായിരുന്നു. അന്ന് ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ച ചെറുക്കൽ NLBS അവിടെ ചെറുക്കൽ കൺവെൻഷൻ നടക്കുകയാണ്. ഏറ്റവും അവസാനത്തെ ശനിയാഴ്ച ദിവസം സുരേഷ് ബാബു പാസ്റ്റർ മെസ്സേജ് പറയുന്നു. അങ്ങനെ ഞാൻ അവിടെ മീറ്റിങ്ങിനായിട്ട് കടന്നുപോയി. ആരാധനയും ആശീർവാദവും എല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിയുന്ന സമയത്ത് ഞാനും എല്ലാവരും കസേരയിൽ നിന്ന് എഴുന്നേറ്റപ്പോഴാണ് ഞാൻ അറിയാത്ത ഒരു ദൈവദാസൻ ഓടി വന്ന് എൻ്റെ പിറകിൽ എൻ്റെ തോളിൽ പിടിച്ചിട്ട് എന്നോട് ചോദിക്കുക, നിന്റെ പേരെന്താ? ഞാൻ പറഞ്ഞു, എൻ്റെ വിഷിച്ചു. നിനക്ക് എന്താ ജോലി? ഞാൻ പറഞ്ഞു, എനിക്ക് ആശാരിപ്പണിയാണ്. എന്നാ കർത്താവ് പറയുന്നു, നീ ഇനി കർത്താവിനോട് ഒന്നും ചോദിക്കണ്ട, നിനക്ക് വേണ്ടതെല്ലാം അവൻ കരുതിയിട്ടുണ്ട്, നീ അവൻ്റെ മഹത്വമേറിയ വേലയ്ക്ക് ഇറങ്ങി വരാൻ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം നമ്മൾ കർത്താവിനോട് ചോദിച്ചതിന് അതുപോലെ തന്നെ ദൈവം മറുപടി തരിക. എൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ആ ദേവദാസൻ മുമ്പോട്ട് പോവായിരുന്നു. പക്ഷെ ഞാൻ ഓടിച്ചെന്ന ദേവദാസന്റെ പേര് ഞാൻ ചോദിച്ചു. ഇപ്പോൾ IPC പത്തനാപുരം സെന്ററിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടിയിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ പോൾസൺ പാസ്റ്ററാണ്. ഇതുപോലെ എന്നോട് ദൂത് പറഞ്ഞു. ഇപ്പോഴും എന്നോട് വിളിക്കുകയും ഇടയ്ക്കിടയ്ക്ക് എന്നോട് ദൈവാലോചനയൊക്കെ അറിയിക്കുന്ന ദേവദാസനാണ്. അപ്പോൾ അത് ഒരു ബലമായിരുന്നു. ഞങ്ങൾ അങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഞങ്ങൾ സമർപ്പിച്ചു. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് പോലും വിശ്വാസത്തിലുള്ള എൻ്റെ അമ്മയ്ക്ക് പോലും ഇത് അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല. കാര്യം ഇത്ര ലക്ഷം രൂപ കടമുണ്ട്, കുഞ്ഞുങ്ങളുടെ കാര്യം, കടക്കാർ വീട്ടിൽ വന്ന് ഭയങ്കര വിഷയങ്ങളുണ്ട്. ഇതിൻ്റെ നടുവിൽ എങ്ങനെയാണ് കർത്താവിൻ്റെ വേല? അറിയത്തില്ല. നമ്മൾ ആഴിയെന്തെന്നറിഞ്ഞില്ല, ആഴമാരാഞ്ഞില്ല എന്ന് പറയുന്ന പോലെ കർത്താവിൻ്റെ വിളി കേട്ടു ഉറപ്പ് മനസ്സിന്. എൻ്റെ എന്താ പറയുക, എൻ്റെ ഒരു സമർപ്പണം കൊണ്ടൊന്നൊന്നുമല്ല, ഞാൻ കർത്താവ് എന്നെ വിളിച്ചു എന്നൊരു ഉറപ്പ് മാത്രമാണ് ഞാൻ അങ്ങ് ചാടുക. അതല്ലാതെ എനിക്ക് നിവർത്തിയില്ല. അങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്ക് സമർപ്പിച്ചു. അങ്ങനെ പിന്നെ ജോലിയൊക്കെ മുഴുവനും നിർത്തി. ആ സമയത്ത് ഞാൻ വിചാരിച്ചു ജൂണിലാണ് ബൈബിൾ കോളേജ് ആരംഭിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ ഡിസംബർ മാസത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു. പിന്നെ ആ സമയങ്ങളിലൊക്കെ കിണറിൻ്റെ ജോലി, വീട്ടിൽ ആഹാരം വേണമല്ലോ, കുഞ്ഞുങ്ങളെയൊക്കെ വേണമല്ലോ. അതുകൊണ്ട് കിണറിൻ്റെ പണിക്കൊക്കെ ഞാൻ പോയി. വെള്ളമില്ലാത്ത കിണറൊക്കെ കുഴിക്കാനായിട്ട് പോയി. അങ്ങനെ ഞാൻ പോകുമ്പം ബൈബിൾ എൻ്റെ കയ്യിലുണ്ടാവും. ജോലിക്ക് പോകുമ്പോഴും ബൈബിൾ എൻ്റെ കയ്യിലുണ്ടാവും. കാര്യം എനിക്ക് അതേ ദൈവമേ നിവർത്തി. കാര്യം എനിക്ക് ഈ കടം തീർക്കണമെങ്കിൽ കർത്താവ് എനിക്ക് ശൂന്യതയിൽ നിന്ന് തന്നെങ്കിലേ പറ്റൂ. എനിക്ക് 1 സെന്റ് വസ്തു എടുത്ത് വിൽക്കുവാൻ എന്നെ കൊണ്ടില്ല. ഞങ്ങൾക്കുള്ള വസ്തു സർക്കാർ റീസർവ് കഴിയുമ്പോൾ സർക്കാർ ഭൂമിയായി കിടക്കുക. ആ വസ്തു പണയം വെക്കാനോ വിൽക്കാനോ ഒന്നും പറ്റത്തില്ല. എന്നെ വേറെ ആരും സഹായിക്കാനില്ല. ശൂന്യതയിൽ നിന്ന് വേണം എനിക്ക് ദൈവം തരാൻ. അപ്പോൾ ദൈവം എനിക്ക് അങ്ങനെ തരുമെന്നൊരു ഉറപ്പാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ കിണർ ഒഴിക്കുമ്പം ഇടയ്ക്ക് കറണ്ട് പോകും. മിഷൻ വെച്ചാൽ ഒഴിക്കുന്നത്. കറണ്ട് പോകുമ്പോൾ അതിൻ്റെ അകത്തിരുന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവെ എൻ്റെ കടം തീർക്കണമേ. കാര്യം കടക്കാർ വീട്ടിൽ വന്ന് വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ കരയിൽ കയറി ഇരിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിയുമ്പോഴും പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയൊക്കെ. എനിക്ക് ഭയങ്കര ദാഹമാണ് ബൈബിൾ വായിക്കാൻ വേണ്ടി, ഭയങ്കര ഇതാണ്. അങ്ങനെ ഞാൻ ബൈബിളും കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഞങ്ങളുടെ ചർച്ചിൽ 7 ദിവസം ഉപവാസ പ്രാർത്ഥന. അപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ദേവദാസൻ വന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കും. ആദ്യമായിട്ട് ഞാൻ കാണുന്ന ശുശ്രൂഷിച്ചുകൊണ്ടിരുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറയുക, ഒരുത്തന് കർത്താവിൻ്റെ വേലയ്ക്ക് വിളിയുണ്ട്, അവൻ സമർപ്പിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോഴും കിണറ്റി കിടന്ന് നിലവിളിച്ചാലും അവൻ കരയിൽ കയറി വന്ന് കർത്താവിൻ്റെ വേല ചെയ്യത്തില്ലെന്ന്. ഞാൻ അങ്ങ് അതിശയപ്പെട്ടു പോയി.
അന്നേരം തന്നെ സമർപ്പിച്ചു. ഞാൻ അന്ന് പിറ്റേന്ന് തന്നെ ഞാൻ ഈ പിന്നെ ചെറുവക്കൽ ബൈബിൾ കോളേജിൽ പോയി തിരക്കിയപ്പോൾ അവിടെ ക്ലാസ് തുടങ്ങിയിട്ട് 1 മാസമായി. പിന്നെ കൃപയാല് അവിടെ എനിക്ക് അഡ്മിഷൻ കിട്ടുകയും അങ്ങനെ അവിടെ പഠിച്ചു. പഠിക്കാൻ പോകുന്ന സമയത്തും എനിക്ക് ആ ഒരു സ്പോൺസറോ മറ്റാരുമില്ല. കർത്താവിന്റെ മുഖത്ത് നോക്കി തന്നെ ഞങ്ങൾ ഇറങ്ങിയ. എൻ്റെ വീട്ടിൽ എങ്ങനെയാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അതൊന്നും എനിക്ക് കർത്താവ് എൻ്റെ ചിന്തയിൽ തന്നില്ലെന്ന് വേണം പറയാൻ. അങ്ങനെയൊക്കെ അങ്ങനെ ഒരു ഭാരം എൻ്റെ ഉള്ളിൽ വന്നാൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഭാരം ഒന്നും എൻ്റെ കർത്താവ് തന്നില്ലെന്നാണ് വാസ്തവം. അങ്ങനെ പോയി ഞാൻ അവിടെ ചെല്ലുമ്പോഴും വിഷയങ്ങളാണ്. ഞങ്ങൾ തിരക്കി കടക്കാർ ഇവിടെ വരികയും വീട്ടിനകത്ത് വിഷയങ്ങളുണ്ടാക്കും. എൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പം ആ കുഞ്ഞുങ്ങളെ തടഞ്ഞു നിർത്തി പൈസ കൊടുക്കാനുള്ളവർ ഭീഷണിപ്പെടുത്തുന്ന അനുഭവമൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങൾ അവരെ കാണുമ്പം റോഡിൻ്റെ സൈഡിലുള്ള വീടുകളിൽ കയറി ഒളിച്ചിരുന്ന സമയങ്ങളുണ്ട്. പിന്നെ 1-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരുടെ പ്രായം എന്തുമാത്രമുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും ഇതൊന്നും എൻ്റെ മനസ്സിലോട്ടൊരു ഭാരമായിട്ട് വരാം. ഈ കർത്താവിൻ്റെ വേല എന്നുള്ളൊരു ഇത് മാത്രമേ കർത്താവ് എനിക്ക് തരുന്നുള്ളൂ. ഇതൊന്നും എൻ്റെ മനസ്സിനെ മറയ്ക്കുക. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ, കോളേജിൽ നിൽക്കുമ്പോഴും എനിക്ക് വേദനയുണ്ട്. കാര്യം വീട്ടിനകത്ത് എന്താവും, ആരാണ് വീട്ടിൽ വരുന്നത്. അന്ന് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ഇവിടുത്തെ അമ്മയൊക്കെ തൊഴിലുറപ്പിനും അങ്ങനെയുള്ള ജോലിക്കൊക്കെ പോകുമ്പം വൈഫ് മാത്രമേ ഉള്ളൂ. അവരെല്ലാം പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇതിൻ്റെ അകത്ത് കഥ കടച്ചിരിക്കും. ഇതിൻ്റെ അകത്ത് ആളുണ്ടെന്ന് അറിഞ്ഞാൽ കടക്കാര് ഇവിടെ വരുമെന്ന് കരുതി കഥ കടച്ചിരിക്കും. എൻ്റെ പേടി എന്ന് പറയുന്നത് ആരെങ്കിലും വന്ന് പിന്നെ പൈസ വല്ലതും ചോദിച്ച് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി അവൾക്ക് സഹിക്കാൻ കഴിയാതെ അവൾ എന്തെങ്കിലും സൂയിസൈഡ് വല്ലതും ചെയ്താൽ കർത്താവിൻ്റെ നാമം നിന്ദിക്കപ്പെടുന്നത്. ഞാൻ ഇങ്ങനെ ഇറങ്ങിയത് കൊണ്ട് ആണല്ലോ ഇങ്ങനെ സംഭവിച്ചു. അങ്ങനെ കർത്താവിൻ്റെ നാമം നിന്ദിക്കപ്പെടത്തില്ല. ഇവിടെ ഈ ഞാൻ നിൽക്കുന്ന ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും ഒരു ക്രിസ്ത്യാനിയില്ല, ഒരു ബന്ധക്കോസില്ല. ഞങ്ങൾ വിശ്വാസത്തിൽ വന്നതിന് BJP-ക്കാർ ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നതാണ്. അങ്ങനെയൊക്കെയുള്ള അനുഭവമുള്ള സ്ഥലം. അപ്പൊ ഇങ്ങനെയും കൂടെ ആവുമ്പം ഒന്നുകൂടി പ്രശ്നം. അതാണ് എൻ്റെ പേടി. പക്ഷെ കർത്താവിന് എല്ലാ പദ്ധതിയും ഉണ്ടല്ലോ. നമ്മൾ വിചാരിക്കുന്നവരല്ലല്ലോ കർത്താവിൻ്റെ വിചാരം. അങ്ങനെ ഞാൻ കോളേജിൽ നിൽക്കുമ്പോഴും ചാപ്പലിലൊക്കെ നിൽക്കുമ്പോഴൊക്കെ ഞാൻ പലപ്പോഴും നെഞ്ചു പൊട്ടി കരഞ്ഞിട്ടുണ്ട്. ഞാൻ ബാക്കിലായിട്ടാണ് നിൽക്കുന്നത്, എങ്കിലും വളരെ വേദനയോടെ കരഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഇത് അച്ചീവ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കോളേജിലെ എല്ലാ സാറന്മാരോടും ഞാൻ പറഞ്ഞു. അവർ ചിലരൊക്കെ വിചാരിച്ചിരിക്കുന്ന ഞാൻ അവരിൽ നിന്ന് എന്തെങ്കിലും പൈസ പ്രതീക്ഷിച്ച അവരോട് ഈ വിഷയം പറയുന്നത്. പക്ഷെ ഒരിക്കലും അല്ല. എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അവർ പ്രാർത്ഥിച്ച ദൈവം പ്രവർത്തിക്കുമെന്ന, ഈ കടം തീർക്കാൻ പറ്റുമെന്ന. പക്ഷെ സ്വാഭാവികം അവർ ചിലരൊക്കെ വിചാരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിക്കണം. ഒരിക്കലും അങ്ങനെ അല്ലായിരുന്നു. അങ്ങനെ 3 മാസത്തോളം ഇങ്ങനെ പോയി. ഒരു ദിവസം എൻ്റെ കുഞ്ഞുങ്ങൾ വന്ന് പറഞ്ഞു, പപ്പ എന്നോട് പിന്നെ വൈഫിനോട് പറഞ്ഞു, പപ്പ ഞങ്ങളോട് പറയാം, പപ്പ ഞങ്ങൾ സ്കൂളിൽ പോകുന്നില്ല. ഞാൻ ചോദിച്ചു എന്താ? അപ്പോൾ പറഞ്ഞു, പപ്പ പൈസ കൊടുക്കാനുള്ള അങ്കിളുമാർ ഞങ്ങളെ പിന്നെ കാണുമ്പോൾ ഇവന് ഭയങ്കര പേടി, മോന് ഭയങ്കര പേടിയാണ് ഇവരെ കാണുമ്പോൾ. അപ്പോൾ ഭയങ്കര വേറെ മദ്യപിച്ചിട്ട് നിൽക്കുന്ന ഒരാളെ ഇന്നും കാണുമ്പോൾ അവന് ഭയമാണ്. ആ കുഞ്ഞുനാളിൽ വീണ ഭയമാണ്. അവർ ആ സന്ധ്യ സമയത്താണ് ഇവിടെ വന്ന് ബഹളം വയ്ക്കാറുള്ളത്. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എൻ്റെ വീടെന്ന് പറയുമ്പോൾ പിന്നെ കരവാളൂരാണ്, അവിടെ പോകാം എന്ന് പറഞ്ഞ് ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോവായിരുന്നു. പക്ഷെ പിന്നെ അവിടെയും ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത സ്ഥിതികളായി. പിറ്റേന്ന് ഞങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടുന്ന് ഞങ്ങളുടെ കുടുംബ വീട്ടിൽ നിന്ന് പോകണം, അവിടുന്ന് മാറണം. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അപ്പോഴാണ് ഞങ്ങൾ തൊട്ട് താഴെ ഞങ്ങൾ ദേവദാസനുണ്ട്, ദേവദാസൻ്റെ അടുക്ക പോയി പ്രാർത്ഥിച്ചു. കയറി വന്നപ്പോൾ അന്ന് വരെയും ഞാനൊന്ന് ഡൗൺ ആയാൽ എന്നെ ബലപ്പെടുത്തുന്നത് അവളെ വൈഫാണ്. പക്ഷെ അന്ന് ഞങ്ങൾ റോഡിൽ നിന്നുകൊണ്ട് രാത്രി 11:30 മണിയായി. റോഡിൽ നിന്നുകൊണ്ട് എന്നോട് ചോദിച്ചു, നമ്മൾ നാളെ കുഞ്ഞുങ്ങളെയും കൊണ്ട് എവിടെ പോകും? ഞാൻ അപ്പോഴാണ് അറിയുന്നത്, മനസ്സിലാക്കുന്നത് ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. എനിക്ക് കയറിപ്പോകാൻ, എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് കയറിപ്പോകാൻ എനിക്ക് ഒരിടമില്ല. ഞാൻ അവിടുന്ന് വാവിട്ട് നിലവിളിച്ച് കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ഒരു തവണയല്ല, ഞാൻ 2-3 തവണ ഞാൻ നിന്നോട് ചോദിച്ചിട്ടാണ് ഞാൻ നിന്റെ വേലയ്ക്ക് ഇറങ്ങിയത്. ഞാൻ അതിന് അർഹനല്ലെങ്കിൽ നീ എന്നോട് സംസാരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് ഇറങ്ങി എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നാളെ എനിക്ക് എവിടെ പോകണമെന്ന് അറിയത്തില്ല. എൻ്റെ നാട്ടിൽ ഞാൻ താമസിക്കുന്നിടത്തേക്ക് പോകണമെങ്കിൽ എനിക്ക് ലക്ഷങ്ങൾ എൻ്റെ കൈ വേണം. ഞങ്ങൾ രണ്ടുപേരും അന്ന് ആ വീട്ടിൻ്റെ മുകളിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കരയും പ്രാർത്ഥിക്കുകയൊക്കെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്നാൽ വിളിച്ച ദൈവം വിശ്വസ്തനാണ്.
എൻ്റെ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞമ്മ, പിറ്റേന്ന് 10 മണിയായി. പിറ്റേന്ന് 10 മണിയായപ്പോൾ എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് പൈസ എൻ്റെ തന്നിട്ട് പറഞ്ഞു, നീ ആർക്കൊക്കെ പൈസ കൊടുക്കാനുണ്ടോ അവർക്കെല്ലാം പൈസ കൊടുത്തിട്ട് നീ നിൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വീട്ടിൽ പോയി താമസിക്കുക. എനിക്കെന്ത് പറയണമെന്നറിയാം. കറക്റ്റ് കടം കൊടുക്കാനുള്ളവർക്കെല്ലാം കൊടുത്ത് തീർക്കാനുള്ള പണം മുഴുവൻ ഉണ്ടായിരുന്നു. ഒരു രേഖയോ അല്ലെങ്കിൽ നീ തിരിച്ചു തരുമോ ഇല്ലയോ എന്നൊന്നും പ്രതീക്ഷിക്കാതെയാണ് എൻ്റെ കുഞ്ഞമ്മ ഇങ്ങനെ പൈസ എടുത്ത് എനിക്ക് തരുന്നത്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ദൈവം അവരോട് ഇടപെട്ടത് കൊണ്ട് വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവം അവിടെ ഞങ്ങളെ അതിശയകരമായി നടത്തി. അതിനുശേഷമാണ് ഞാൻ അന്ന് ലഡുവും മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ബൈബിൾ കോളേജിലേക്ക് പോയപ്പോഴാണ് അന്നാണ് ഞാൻ സാർമാർക്കൊക്കെ കൊടുത്ത് ലഡു കൊടുത്തപ്പോൾ ഒരു സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ഷിജു, നീ എപ്പം നിർത്തിയിട്ട് പോകും എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. ഇത്രയും വിഷയമുള്ളവൻ എങ്ങനെ പഠിക്കുമെന്ന് ഞങ്ങൾക്ക് അവർക്കൊരു ഉറപ്പുമില്ലായിരുന്നു. പക്ഷേ ദൈവം അവിടെ നിർത്തി. 3 വർഷം പഠിക്കാൻ കർത്താവ് കൃപ ചെയ്തു. പല പ്രതിസന്ധികളൊക്കെ ആ സമയത്ത് വന്നു. എങ്കിലും ഈ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഒരു ദിവസം പോലും മെനക്കാമനില്ലാതെ ഞങ്ങൾ വിസിറ്റിങ്ങിനും പ്രാർത്ഥനകൾക്ക് ഞങ്ങൾക്ക് നോക്കുന്ന രീതിയിലെല്ലാം ഞങ്ങൾ പ്രാർത്ഥനകളൊക്കെ പങ്കെടുത്തു. അങ്ങനെ 3 വർഷം ബൈബിൾ കോളേജിൽ പഠനം പൂർത്തിയാക്കി. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മാതാവിന് ക്യാൻസർ രോഗം പിടിപെട്ട്. അങ്ങനെ മാതാവിന് ക്യാൻസർ രോഗം പിടിപെട്ട് അതിനുശേഷം 1 വർഷം മാതാവിന് ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം RCCയിലായിരുന്നു. ദൈവം അത്ഭുതകരമായി എൻ്റെ മാതാവിനെ സൗഖ്യമാക്കി. ഇപ്പോഴും മാതാവ് ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഇപ്പോൾ വർഷാവർഷം മാത്രമേ ഉള്ളൂ ചെക്കപ്പ്. ദൈവം പൂർണ്ണമായി സൗഖ്യം മാതാവിന് കൊടുത്തു. അങ്ങനെ 1 വർഷം പോയി. അടുത്ത വർഷമാണ് ഞാൻ PGക്ക് ബൈബിൾ കോളേജിൽ ചേരുന്നത്. ആ സമയത്തൊക്കെ ഒരുപാട് ആത്മീയ തലത്തിൽ നിന്ന് തന്നെ എനിക്ക് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. എന്നോട് പലപ്പോഴും ചിലരൊക്കെ ചോദിച്ചു, നിനക്കൊരു സഭ കിട്ടുമോ, നിനക്ക് ആര് സഭ തരും എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ സമയങ്ങളിലാണ് ഞാൻ PGക്ക് പോകുന്നത്. PGക്ക് പോകുമ്പോൾ അവിടെ ചെന്ന് ഞാൻ രാവിലെ 3 മണിക്ക് ഉണർന്ന് വേറെ ദേവദാസനുമുണ്ട്, ഫിലിപ്പ് എന്ന് പറയുന്ന പാലക്കാടുള്ള ആ ദേവദാസനും ഞാനും കൂടെ ഒരുമിച്ച് പോയിരിക്കും. ഞങ്ങൾ വ്യത്യസ്തമായിരുന്നു പ്രാർത്ഥിക്കും. ഞാൻ കർത്താവിനോട് അന്നേരം പ്രാർത്ഥിക്കുന്ന ഒറ്റൊരു കാര്യമുണ്ട്, കർത്താവെ, ഈ PG കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പം എനിക്കൊരു സഭ, ഒരു കുടുംബമുള്ള സഭ മതി കർത്താവെ. ഞാൻ അവിടെ പോയിക്കോളാം, എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയിക്കോളാം. പക്ഷേ എനിക്ക് സഭ കിട്ടത്തില്ലെന്ന് പറഞ്ഞുള്ള നടുവിൽ എന്നെ നിന്ദിക്കരുത്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സഭ എനിക്ക് തരണം. അങ്ങനെയാണ് പരീക്ഷ തീരുന്നതിൻ്റെ എൻ്റെ അവസാന പരീക്ഷ തീരുന്ന തലേന്ന് ഡോക്ടർ കുഞ്ഞപ്പൻ C. വർഗീസ് പാസ്റ്റർ അവരുടെ സെൻറ്ററിൽ, മണ്ണൂർ സെൻറ്ററിലേക്ക് എന്നെ വിളിക്കുകയും അത് ഒരു മടിയും കൂടാതെ എന്നെ ആ സെൻറ്ററിലേക്ക് എടുത്ത് കൊട്ടാരക്ക കേരള തിയോളജിക്കൽ സെമിനാരിയിൽ ഒരു മലയാളം സഭ ഉണ്ടായിരുന്നു. ആ സഭയിലേക്ക് എന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ അവിടെ BDക്ക് പഠിക്കുന്ന കുട്ടികളും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട്, ഞാൻ വെറും GTH മാത്രം പഠനമാണ്. പിന്നെ അവരൊക്കെ നല്ല രീതിയിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്നവരൊക്കെയാണ്. പക്ഷെ എനിക്ക് അങ്ങോട്ട് ക്ലാഷ്. എന്നാലും മറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ പോവുകയും ചില വീടുകളിലൊക്കെ വിസിറ്റ് ചെയ്ത് ചില അങ്ങനെ ഒരു ബ്രാഹ്മൺസ് കുടുംബത്തിൽ നിന്നൊരു ഒരു ആൻറ്റി നിരന്തരം വരാനൊക്കെ തുടങ്ങി ഉപവാസ പ്രാർത്ഥന. ആ സമയത്താണ് ഞാൻ ജനിച്ചു വളർന്ന കരവാളൂർ ദേശത്ത് ഒരു ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ച് ഇല്ലാതെയായി പോയി. അപ്പോഴാണ് എനിക്ക് ഈ കരവാളം നീലാമാൾ എന്ന് പറഞ്ഞ ദേശമാണ്. ആ ദേശത്ത് ഒരു ചർച്ച് വരണമെന്നൊരു വലിയൊരു ആഗ്രഹം. ഞാൻ വിശ്വാസത്തിൽ യേശുവിനെ അറിഞ്ഞ നാൾ മുതൽ എനിക്കുള്ള വലിയ ഭാരമാണ് ഞാൻ ജനിച്ചു വളർന്ന ദേശം നീലാമാൾ ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഞങ്ങളുടെ സണ്ടനോട് പറഞ്ഞു, കുഞ്ഞുപ്രസാദിനോട് പറഞ്ഞു, സാറേ, ഇതേ ഒരു പ്രദേശമുണ്ട്, ഞാൻ ജനിച്ചു വളർന്നതാണ്, അവിടെ ഒരു പ്രവർത്തനം ഉണ്ട്. അങ്ങനെ സാർ പറഞ്ഞു, ഷിജുവിന് പോകാൻ പറ്റുമെങ്കിൽ ഷിജു പോയിക്കോ, ഞാൻ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവിടെ വരികയും അവിടെ സ്വന്തം ദേശത്ത് പ്രവർത്തിച്ചു. അവിടെ 5-6 വർഷത്തോളം ഞാൻ അവിടെ പ്രവർത്തിച്ചു. അവിടെ 10 സെന്റ് വസ്തു വാങ്ങാനും ഇപ്പോൾ ഒരു 10-15 മെമ്പേഴ്സ് അവിടെ കൂടി വരാനും ഇന്ന് അവിടെ ഒരു ചർച്ചിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നടക്കാനിടയായി. അപ്പോൾ അങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്
മടത്തറയിലേക്ക് എനിക്ക് സ്ഥലം മാറ്റം കിട്ടുന്നു. അവിടെയും കുറച്ച് കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. കുടുംബങ്ങളായിട്ടില്ല, 4-5 പേരെ ഞാൻ ചെല്ലുന്ന സമയത്തുള്ളായിരുന്നു. പക്ഷേ ദൈവം 10-15 പേരെ ഇപ്പോൾ അവിടെ കൂടി വരുന്നുണ്ട്. കുടുംബങ്ങളായിട്ടെന്ന് പറയാനില്ല. അങ്ങനെ ഞങ്ങൾ സംതൃപ്തിയോടെ തന്നെ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. ഇതിനിടയിൽ തന്നെ ദൈവം ശുശ്രൂഷയിലൊക്കെ ദൈവം ഈ പറയുന്നത് പോലെ സ്റ്റേജുകളിലല്ല ഞങ്ങളെ ശുശ്രൂഷകൾ ദൈവം ഞങ്ങളെ ഓരോ വീടുകളിലൊക്കെ ദൈവത്തെ അറിയാത്ത ഹിന്ദുക്കളുടെ ആയാലും വീടുകളിലും മുസ്ലിംസിൻ്റെ വീടുകളിലൊക്കെ ദൈവം ഞങ്ങളെ അയക്കും. അവിടെയൊക്കെ ചെല്ലുമ്പോഴൊക്കെ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, അത്ഭുതങ്ങൾ കാണാനൊക്കെ ഇടയായിട്ടുണ്ട്. പക്ഷെ എല്ലാവരും വിശ്വാസത്തിലേക്ക് വന്നില്ല എങ്കിൽ തന്നെയും അവരുടെയൊക്കെ യേശുവിലുള്ള വിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിക്കുവാൻ അതൊക്കെ കാരണമായിട്ടുണ്ട്. സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വമേറിയ വേല ഇതിനിടയ്ക്ക് തന്നെ പല സ്ഥലങ്ങളിലൊക്കെ ദൈവം എന്നെ കൊണ്ടുപോയി. ഞാൻ പോവാത്ത ദേശങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വചനവുമായൊക്കെ പോകാനും ശുശ്രൂഷിപ്പാനൊക്കെ ദൈവം എനിക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ 2 മക്കളാണ്. മോളിപ്പം BSc നേഴ്സിങ്ങിന് ഇപ്പം തെലങ്കാനയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. മോനെ ഇപ്പം +2 കഴിഞ്ഞു. അവന് അടുത്ത വർഷത്തേക്കാണ് എന്തൊരു കോഴ്സിന് വിടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പം ഇങ്ങനെയാണ് ഞങ്ങളെ കർത്താവെന്ന്. ഇതിനിടയിൽ തന്നെ ഞങ്ങൾ ഈ ചുരുക്കമായി പറഞ്ഞെങ്കിൽ തന്നെ ഇതിനിടയിൽ തന്നെ ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ആ സമയം ഞാൻ ഓർക്കുകയാണ്, ഈ പ്രതികൂലങ്ങളിലൊക്കെ നിൽക്കാൻ ഞങ്ങളെ സഹായിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഞങ്ങൾ വിശ്വാസത്തിൽ വന്ന് 3-ാമത്തെ മാസമായപ്പോൾ ഞാനും വൈഫും വേറൊരു ആൻറ്റിയും കൂടെ ഞങ്ങൾ വീട്ടിനകത്തിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് വൈഫ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. തൊട്ടടുത്ത നിമിഷം തന്നെ ദൈവാത്മാവ് എന്നെയും നിറച്ചു. ഞങ്ങൾ ഇരുവരും ഒരുപോലെ അന്യഭാഷയിൽ സംസാരിക്കാൻ, അഭിഷേകം പ്രാപിക്കാൻ ദൈവം കൃപ ചെയ്തു. ഞാൻ കേട്ടിട്ടുണ്ട് ചിലപ്പോൾ സഹോദരിമാർ അഭിഷേകം പ്രാപിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞ ചില സഹോദരന്മാർ അഭിഷേകം പ്രാപിക്കുന്നു. തിരിച്ചും അങ്ങനെ തന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെയും ദൈവം ഞങ്ങളോട് മഹാകരുണ കാണിച്ചു. ഞങ്ങളെ ഒരുമിച്ച് അഭിഷേകം ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് സ്നാനപ്പെടാൻ ദൈവം സഹായിച്ചു. അന്ന് മുതൽ ഇന്ന് വരെയും ഏത് ശുശ്രൂഷയിലും ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നുപോയി ശുശ്രൂഷിപ്പാൻ കർത്താവ് വലിയ ഭാഗ്യം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നമ്മെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത് നമ്മളെ കർത്താവാണെങ്കിൽ ആ കർത്താവ് നമ്മെ കൈവിടത്തില്ല. ഏത് പ്രതിസന്ധിയിലും നമ്മൾ വിചാരിക്കും തളർന്നു പോകും, വീണു പോകുമെന്ന്. പക്ഷെ ഒരിക്കലും കർത്താവ് നമ്മെ കൈവിടത്തില്ല. ആ കർത്താവ് വിശ്വസ്തനാണ്. ഞങ്ങളുടെ ശുശ്രൂഷയിൽ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവം വെച്ച് വ്യക്തമായി പറയാം, നമ്മുടെ കർത്താവ് ഇന്നും എന്നും എന്നേക്കും അനന്യായ ദൈവമാണ്. ആ കർത്താവിൻ്റെ സന്നിധി നമ്മൾ നിന്ന് കൊടുത്താൽ മാത്രം മതി. നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ വേലയ്ക്ക് നിങ്ങൾ പലരും ഞാൻ 21 ദിവസം ഉപവസിച്ചിട്ടുണ്ട്, 40 ദിവസം. കൊറോണ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് 40 ദിവസം ഇരുന്നു. ഞാൻ പല ദിവാസന്മാരോടും പറഞ്ഞാൽ ഇങ്ങനെ 40 ഇരിക്കും. അന്ന് അവരെല്ലാം പറഞ്ഞു, ദിവാസനെ ഇരിക്കരുത്, പ്രാർത്ഥനയില്ലെങ്കിൽ കൂടെ ആളില്ലെങ്കിൽ പ്രശ്നമാണ്, ആരാധനയില്ലെങ്കിൽ വിഷയമാണ്, തളർന്നു പോകുമെന്നൊക്കെ അവർ ശരിയായിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്നൊരു വചനം ഇത്രയേ ഉള്ളായിരുന്നു. മോശ 40 ദിവസം ദൈവത്തോടു കൂടെയായിരുന്നു. കൂടെ നടന്ന യോശുവയെ പോലും കൂടെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ ദൈവത്തോടു കൂടി ഇരുന്ന മോശയെ ദൈവം ബലപ്പെടുത്തിയെങ്കിൽ ദൈവാത്മാവ് പറഞ്ഞു, നിന്നെ ഞാൻ ബലപ്പെടുത്തും. അങ്ങനെ 40 ദിവസം കൊറോണ സമയത്ത് ഒരു വീട്ടിൽ ഒറ്റയ്ക്ക്, അത് ഭയങ്കര സന്തോഷം നൽകുന്നതായിരുന്നു. അന്ന് ഭയങ്കര സന്തോഷമാണ്. ശുശ്രൂഷയ്ക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു, കൃപാവരങ്ങൾക്ക് വേണ്ടി. അതിനേക്കാളപ്പുറം ദൈവാത്മാവ് എനിക്ക് തന്ന കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, കർത്താവിൻ്റെ വേലയ്ക്ക്, കർത്താവിൻ്റെ ഹിതത്തിന് വേണ്ടിയാണ് നമ്മെ വിളിച്ചത്. അപ്പം ഞാൻ കർത്താവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, കർത്താവെ, നിന്റെ ഇഷ്ടത്തിനാണ് എന്നെ വിളിച്ചത്, നിന്റെ വേല ചെയ്യാനാണ് വിളിച്ചത്. എൻ്റെ ഇഷ്ടത്തിനാണെങ്കിൽ എനിക്ക് എൻ്റെ ജോലി ചെയ്ത് നടന്നാൽ മതിയായിരുന്നു. പക്ഷെ നിന്റെ ഇഷ്ടം ചെയ്യാനാണ് എന്നെ വിളിച്ചത്. എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, എവിടെ പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അവിടുന്നാണ്. അങ്ങനെ ഹിതമല്ലാത്ത ഒന്നിലേക്കും എന്നെ വലിച്ചിരക്കരുത്
എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്നും പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. പക്ഷെ അതുപോലെ തന്നെ കാണുമ്പം ഒന്നുമില്ലെങ്കിലും ഞങ്ങളത് ശുശ്രൂഷയിൽ ഞങ്ങൾ സംതൃപ്തരാണ്. ഓരോ ദിവസവും ദൈവം ഞങ്ങളെ ചെയ്യിക്കുന്നത് കാണുമ്പം വലിയ ഒന്നും ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഒരു വാക്കായിരിക്കും ഒരാളെ ബലപ്പെടുത്തുന്നതായിരിക്കും ദൈവം അന്നത്തെ ഞങ്ങളുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും അന്നത്തെ ഞങ്ങളുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന ഞങ്ങളുടെ സാമീപ്യം ആയിരിക്കും അവർക്ക് ഒരാശ്വാസം പകരുന്നത്. അതായിരിക്കും ചിലപ്പോൾ ഞങ്ങളുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അങ്ങനെ പല വിധത്തിലും കർത്താവ് പല ഭവനങ്ങളിൽ കൊണ്ടുപോയി അങ്ങനെ ശുശ്രൂഷയിലേക്ക് വളരെ അങ്ങനെ കർത്താവ് അങ്ങനെ ഓരോ ദിവസവും കർത്താവ് മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നു എന്ന് കാണുമ്പോൾ വളരെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. തുടർന്നും പ്രിയ പ്രേക്ഷകരോടും പ്രിയ കർത്താവോടും പറയുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങളെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് ഏൽപ്പിച്ച വേല വിശ്വസ്തയോടെ ചെയ്യുവാൻ നാളുകളും വിശ്വസ്തയോടെ ചെയ്യുവാൻ അനുവദിക്കുന്ന വിഷയങ്ങളിൽ വിശ്വസ്തയോടെ ചെയ്യുവാൻ നിങ്ങളെല്ലാം വിലയേറിയ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനൊരു അവസരം തന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതാനുഭവം ഇന്ന് പകലിലും ശ്രദ്ധിക്കുവാൻ സർവകൃപാലുവായ ദൈവം നമുക്ക് അവസരങ്ങളെ നൽകി തന്നു. നമ്മുടെ മുമ്പിലുള്ളതായ കടഭാരങ്ങൾ നമുക്ക് അത് ഏറ്റവും വലിയതാണ്. എന്നാൽ ആ വലിയ കടഭാരത്തിൽ നിന്ന് ഒരൊറ്റ നിമിഷം കൊണ്ട് ദൈവം അതിനെ ലഘൂകരിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചെടുത്ത് ഇന്നും ദൈവം അയക്കുന്നിടങ്ങളിൽ കർത്താവിന് വേണ്ടി കർത്തൃവൃത്തിനും കുടുംബമായി നിലകൊള്ളുന്നു. ദൈവം ഇനിയും ധാരാളമായി ആക്കുന്നിടങ്ങളിൽ ഉപയോഗിക്കട്ടെ. പരസ്പരം ഓർക്കുവാനും പ്രാർത്ഥിപ്പാനും കൃപ ചെയ്യട്ടെ. കർത്താവിൻ്റെ ദാസൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, സ്തോത്രം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല പകലിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. കർത്താവെ, ഇങ്ങനെ ഈ ജോയ്സ് ടിവിയിലൂടെ കർത്താവെ അടിയങ്ങളുടെ സാക്ഷ്യം കർത്താവെ പങ്കുവയ്ക്കുവാൻ ദൈവം അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ ഈ മഹാഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രിയ കർത്തദാസൻ കർത്താവെ തോമസ് ജോസ് പാസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം അങ്ങനെ ദാസന് കൊടുത്ത ദർശനപ്രകാരം ഇങ്ങനെ അനവധി പേര് കർത്താവെ ആമേൻ തങ്ങളുടെ സാക്ഷ്യം തന്റെ ചാനലിലൂടെ പങ്കുവെക്കുവാൻ ദൈവമേ ദാസനെ ഉപയോഗിക്കുന്നല്ലോ. അത് അനവധി പേർക്ക് ആശ്വാസവും അനവധി പേർക്ക് കർത്താവിനെ കണ്ടെത്തുവാനും അനവധി പേരെ ശുശ്രൂഷയിൽ ബലപ്പെടുത്തുവാനും അനവധി പേരെ ജീവിതത്തിന്റെ നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് നയിക്കുവാനൊക്കെ കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലവും ദൈവം ഞങ്ങളെ നടത്തിയ വിധങ്ങളെ കർത്താവെ അവിടെ ഞങ്ങളെ വീണ്ടെടുത്ത വിധങ്ങളെയൊക്കെ ഞങ്ങൾക്ക് സാക്ഷീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. ഇത് കേൾക്കുന്നവർക്കൊക്കെ ആത്മീയമായ ഉത്തേജനം ഉണ്ടാവുവാൻ അനേകരുടെ വിശ്വാസത്തിലേക്ക് വീണ്ടും കടന്നു വരുവാനൊക്കെ മുഖാന്തരമായി ദൈവനാമ മഹത്വത്തിനായി തീരേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്തദാസനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ മറ്റൊന്നും ആമെ പ്രതീക്ഷിക്കാതെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ആമെ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്ന് അറിയിച്ചത് ദൈവമേ, എന്റെ നാമത്തെ ഉയർത്തിയ ഞാൻ അവനെ ഉയർത്തുമെന്ന് അറിയിച്ചത് കർത്താവെ, ഈ മീഡിയയ്ക്ക് ഒരു വിശാലത എന്റെ ദൈവം നൽകുമാറാകുന്നേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനവധി പേരെ ചേർന്ന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കൂടെ നിർത്തുവാൻ തക്കവണ്ണം ദൈവം ഈ മിനിസ്ട്രിയെ വിശാലമാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കൂട്ടായിക്കൊടുത്ത ദാസിക്കായി സ്തോത്രം. കർത്താവെ, കുടുംബത്തിനൊക്കെയായി സ്തോത്രം. തലമുറകൾക്കായി സ്തോത്രം. എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ നാമ മഹത്വത്തിനായി തീരട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.